ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ച സ്നേഹത്തെ പുത്രനെ തന്നുരേ കൃപയ്ക്കായപ്പ അങ്ങേ ഞാൻ സ്തുതിച്ചീടുമെന്നും നിലനാം ചേർന്ന് കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും കൃപയ്ക്കായി നിന്നെ ഞാൻ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും അപ്പാ നിന്നെ ഞാൻ എണ്ണമില്ലാതെ നന്ദിയുള്ള ഹൃദയത്തോടെ പറയാ അന്നവാസാദിമൻ മകളേ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ ഹല്ലേലൂയ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും യേശുവേ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ഞാൻ സ്തുതിച്ചീടുമെന്നും ഹല്ലേലൂയ ആമേൻ. സ്തുതിക്കുന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ദൈവം എനിക്ക് കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, എനിക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്യണം, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. എത്ര പേർ അതിന് ആഗ്രഹിക്കുന്നു? ആമേൻ. ശ്രദ്ധയോടെ നമുക്ക് കർത്താവ് തന്ന ആ വചനങ്ങളിലേക്ക് പ്രവേശിക്കാം. ഓരോരുത്തരും അവനവന്റെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കരയുക. ആമേൻ. ഈ നിഷ്കളങ്ക ഹൃദയത്തോട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്ന ഏവർക്കും വിടുതൽ. ആമേൻ. നിഷ്കളങ്ക മനോഭാവത്തോടെ അപ്പന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഏത് വിഷയത്തിലും മറുപടിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും ദൈവത്തിന്റെ ഹൃദയം നമ്മൾ അന്വേഷിക്കാറില്ല. ആമേൻ. അപ്പന്റെ ഹൃദയം നമ്മൾ അന്വേഷിക്കാറില്ല. ദൈവത്തിന് നമ്മളോട് കരുണയുണ്ട്, കൃപയുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം നമുക്ക് അറിയാം. പക്ഷെ എങ്കിലും അപ്പന്റെ ഹിതപ്രകാരമാണോ ഞാൻ നടക്കുന്നത് നോക്കാറൊന്നുമില്ല. നമ്മളങ്ങ് ഒരു വൺ വേ ട്രാഫിക് പോലെ അങ്ങ് പറയുക. കുറേ ഡിമാൻഡുകളാണ് അവൻ. നമ്മൾ ചില ഡിമാൻഡുകൾ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ദൈവം ചില ഡിമാൻഡുകൾ വെക്കുക. എത്ര മനസ്സിലാണ് അവൻ. നമ്മള് ഡിമാൻഡുകളാണ് ദൈവത്തിന്റെ ഇടയ്ക്ക് വയ്ക്കുന്നത്. ഡിമാൻഡ് അതിന് ഒപ്പിട്ട് കർത്താവ് ദൂതനെ അയച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ജാതികൾ വഴിയാണെങ്കിലും കുഴപ്പമില്ല. എന്റെ കാര്യങ്ങൾക്ക് ഒരു വ്യവഹാരമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യവഹാരം നടക്കണമെന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ആമേൻ. ഹല്ലേലൂയ. ജാഗ്രത ശ്രദ്ധയിലായിരിക്കാം. കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കാൻ തന്ന 2 വാക്യങ്ങളുണ്ട്. അത് വായിച്ചിട്ട് അതിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തുന്നത് പോലെ നമുക്ക് പോകാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, വ്യവഹാരം നടക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കണം.
എനിക്ക് വേണ്ടി എന്റെ ദൈവം നീക്കുപോക്കില്ലാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ മറുപടി തരും. ആമേൻ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും മാറാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് 91-ാം സങ്കീർത്തനം 91-ാം സങ്കീർത്തനം അതിന്റെ 16 മുതൽ അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 91-ാം സങ്കീർത്തനം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ഇത് വായിച്ച് അനേകർക്ക് സന്തോഷമുണ്ട്. വായിച്ചിട്ട് പോകുമ്പോൾ സന്തോഷം, വായിക്കുമ്പോൾ സന്തോഷം, അനുഗ്രഹങ്ങളല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ആമേൻ. എന്നാൽ കർത്താവ് വയ്ക്കുന്ന ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, നീ എന്നോട് പറ്റിയിരിക്കുക. ബാക്കിയെല്ലാം ബ്ലെസ്സിംഗ് ആണ്. എന്നാൽ ഈ ബ്ലെസ്സിങ്ങിന്റെ എല്ലാത്തിന്റെയും ഭാഗത്ത് കർത്താവ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ പറ്റിയിരിക്കുമോ എന്നുള്ളതാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവിടെ എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാം വായിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ വായിച്ച ഭാഗത്തിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ വായിച്ചിട്ട് അതിനെ നിന്റെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതെ, കല്ലിൽ തട്ടി പോകാതെ. അപ്പൊ എന്റെ കാൽ കല്ലിൽ തട്ടി പോകരുതെന്ന് ആഗ്രഹിക്കുന്നില്ല. ആമേൻ. എന്റെ യാത്രയിൽ ഞാൻ ഇടറി പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോ എന്റെ ദൃഷ്ടിയിൽ എത്ര ദൂരം നിൽക്കുന്നു അത്രയും ദൂരം എനിക്ക് എന്റെ മക്കളെ കാണാൻ പറ്റും. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറവായത് ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ എത്ര ദൂരേക്ക് സഞ്ചരിക്കുമ്പോഴും, ഞാൻ ഏത് പ്രതികൂലങ്ങളുടെ മധ്യ ആയിരിക്കുമ്പോഴും എന്റെ കാൽ ഇടറി പോകാതിരിക്കുന്ന ഇരുത്തുന്ന ഒരു ദൈവം. എത്ര സന്തോഷം. ഒരു ഇടർച്ചക്കൽ എന്റെ മുമ്പിലുണ്ടെങ്കിൽ, ഒരു കല്ല് എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ കല്ല് തട്ടി ഞാൻ വീഴാതെ എന്നെ കൈകളിൽ വഹിച്ചു. ആമേൻ. ഇതിന് ഞാന് ഒരു 90 ദിവസം ഉപവാസവും തരുന്നില്ല. അവൻ എന്നെ തേടി വന്നപ്പോ അവന്റെ നാമത്തെ ഞാനൊന്ന് മുറുകെ പിടിച്ചു. ഞാൻ ഈ പറയുന്നത് മതഭക്തിയല്ല. കഴിഞ്ഞ ദിവസം രാത്രി ഈ വാക്യം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട് എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ഈ ഒരു വചനം എന്നെ പറഞ്ഞു. ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഈ വചനം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. രാത്രി ഉറക്കത്തില് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഈ പറയേണ്ട വചനം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും, ഞാൻ അവനെ വിളിക്കും, ഞാൻ അവനെ വിളിക്കും, ഞാൻ അവനെ വിളിക്കും. നീ എന്നോട് പറ്റിയിരിക്കും. അപ്പൊ നിന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ ഇരുപ്പാണ്. അപ്പൊ ഇവിടെ കല്ലുണ്ട് സഹോദരൻ. നമ്മുടെ മുമ്പിൽ ചില ഇടർച്ച കല്ലുകൾ ഉണ്ട്. ചിലർക്കാണെങ്കിൽ കല്ല് തട്ടി പോണതാ ഇഷ്ടം. അതെ, നല്ല രീതിയിൽ തട്ടേണ്ടതുപോലെ തട്ടിയാൽ പിന്നെ തട്ടാൻ തോന്നുന്നില്ല. ഈ കൊച്ചുപിള്ളേർ സ്കൂളിൽ നിന്ന് വെള്ളം കണ്ട ചാടി കളിച്ചിട്ട് വന്നാണ്. ചെളി ഉണ്ടെങ്കിൽ അതിന് ഇറങ്ങി നടക്കും. ഇച്ചിരി വിവരം വെക്കുമ്പോഴോ ചെളി മാറി നടക്കും. ഇവിടെ ആത്മാവുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ കല്ല് കണ്ട് മാറി നടക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അവനെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ മുമ്പിൽ നിൽക്കുന്നത് കല്ല് ആണെങ്കിൽ ആ കല്ല് തട്ടാതെ പോകേണ്ടുന്ന ഒരു ജ്ഞാനം എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ എന്റെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട്. ആമേൻ. നമ്മുടെ മുമ്പിൽ ഇടർച്ചക്കല്ലുകളുണ്ട്. ഇനി നമ്മൾ അറിയാതിരിക്കുന്ന ചില കല്ലുകൾ. ചിലർ പറയാറുണ്ട്, ഞാൻ അറിയാതെ പെട്ടു. യഥാർത്ഥത്തിൽ അറിയാതെ പെട്ടതൊന്നുമല്ല, പോയി തല വെച്ചതാണ്. ഈ പ്രലോഭനങ്ങൾ ഭയങ്കര ശക്തമായിരിക്കുമ്പോൾ അതിന് നമ്മൾ ടെംപ്റ്റേഷൻസ് പറയും. ടെംപ്റ്റേഷൻസ്, ചില സാധനങ്ങൾ വാങ്ങിയേ പറ്റൂ. ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ കണ്ടാൽ ഞാൻ കണ്ടുപിടിക്കുക അവിടെ നിൽക്കും. ഇങ്ങനെ വാങ്ങുന്ന ആലോചിക്കും. അപ്പൊ അവിടെ നീക്കുപോക്കുകളൊന്നും വയ്ക്കാത്ത ചിലർക്ക് തുണിക്കടയിൽ കണ്ടാൽ ചില പിള്ളേർക്ക് അങ്ങനെയാണ്. ചിലർക്ക് ചില ബന്ധങ്ങൾ കണ്ടാൽ അങ്ങനെയാണ്. അത് അവരുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, അവരുടെ മേൽ അതിന്റെ പ്രലോഭനങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലത് ചീത്ത നമ്മൾ തിരഞ്ഞെടുക്കണം.
മേടിച്ച് കറിച്ച് ഞങ്ങൾ എല്ലാവരും കഴിക്കത്തേ. ചില കാര്യങ്ങൾ അങ്ങനെയല്ല. ചില പ്രലോഭനങ്ങൾ വലിയ കല്ലായി ആ കല്ല് വളരാൻ തുടങ്ങി. കാഴ്ചയ്ക്കകത്ത് ചെറിയ കല്ലായിരുന്നു, പിന്നെ അത് വളരാൻ ആരംഭിച്ചു. പെറുക്കിക്കളയാനുള്ള കല്ലായിരുന്നു, പിന്നെ എല്ലാ കൂടെ കൊണ്ട് അടിച്ചാലും മാറാത്ത കല്ലായി മാറി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറയുന്നു, നിന്റെ കാൽ തട്ടി വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ ആ കല്ല് ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കല്ലുകൾ ഞാൻ കണ്ടിരിക്കുന്നു. നീ അതിൽ തട്ടി വീഴത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ, ആമേൻ. അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളം കൊടുത്ത് വളർത്തരുത്. കർത്താവിന്റെ വാക്ക് അങ്ങനെ വിശ്വസിച്ചു. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കല്ലുകളെ നീക്കി നടത്തുവാൻ ഈ ദൈവം ശക്തനായ ദൈവം. ഇടർച്ചക്കല്ലുകളെ മാറ്റുവാൻ ഈ ദൈവം ശക്തനായ ദൈവം. ആമേൻ. ഈ ദൈവത്തിൽ ഒരു പ്രാർത്ഥന പറയാം. നമ്മുടെ ഈ ദൈവ സ്നേഹം വരുമ്പോൾ പ്രാർത്ഥനയുണ്ടല്ലോ. സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന, സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന. ഈ ലൈഫിലൊന്നും ഈ ലൈഫ് ഇതും ഇതിന്റെ പുറകുള്ളൂ. സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ്? സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന കരയും. സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന വാക്കുകൾ വരുന്ന ഗദ്ഗതങ്ങളായിരിക്കും വരുന്നത്. സ്നേഹം കൊണ്ടുള്ള പ്രാർത്ഥന സ്നേഹം കൊണ്ടുള്ള പ്രാർത്ഥന, സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന, സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ സങ്കടം വരുമ്പോൾ പ്രാർത്ഥന. സങ്കടം വരുമ്പോൾ ഒരു ഡിമാൻഡ് നമ്മൾ വെക്കാറില്ല, ശരിയല്ലേ? ആവശ്യം കരഞ്ഞുകൊണ്ടേ. സ്നേഹം വരുമ്പോഴുള്ള പ്രാർത്ഥന അങ്ങനെയല്ല. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. യേശുവിൻ നിന്റെ നാമനിമിത്തം ഞാൻ ഓടാൻ തയ്യാറാണ്. നിന്റെ നാമത്തിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ ഞാൻ ഇനി മാറില്ല. നിത്യത എനിക്ക് വേണം. ഇതൊക്കെ സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന. ഹല്ലേലൂയ. സന്തോഷത്തോടെ കാര്യത്തിൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ സ്നേഹം വരുന്ന സമയത്ത് ഞാനത് പറയാൻ പറ്റേ, എല്ലാവർക്കും സ്നേഹം വരും. ദൈവത്തോട് സ്നേഹം വന്നിട്ടുണ്ടോ? ദൈവത്തോട് സ്നേഹം. ആമേൻ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ദൈവത്തോട് സ്നേഹം വന്നൊരു എക്സാമ്പിൾ. സ്നേഹമുണ്ട്. ഒരു ഉദാഹരണം പറയൂ. സ്നേഹം ഈ പ്രവാചകനെ കൂടി ദൂത് കേൾക്കാതെ പ്രാർത്ഥന മുറിയിൽ സ്നേഹം വന്നിട്ടുണ്ടാവും. ഈ സ്നേഹം വരുന്ന സമയത്ത് നമ്മൾ വയ്ക്കുന്ന ഡിമാൻഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലതും പറയും, അപ്പൊ എന്നെ വിട്ട് പോകരുതേ. അല്ലാത്ത കുരുത്തക്കേടുകൾ കാണിക്കാൻ വരുമ്പോ കർത്താവ് ഇന്ന് നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ചില പിള്ളേർക്ക് ചില ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാനുള്ള ആധിക്യവും താല്പര്യവും ഉണ്ടാകണം. ഹല്ലേലൂയ. ഭയങ്കര ഇതായിരിക്കും. അപ്പൊ പറയും ഇന്ന് ഞാൻ തന്നെ കൊണ്ടുവിടാം. വേണ്ട, ബസ്സുണ്ടല്ലോ, ഞാൻ പോയിട്ട് വന്നോളാം. ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ പോയിക്കോളാം, എനിക്കെല്ലാം അറിയാം. അവൻ അപ്പൊ ഈ സ്നേഹം വരുമ്പോ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ഒരു പ്രാർത്ഥന വയ്ക്കാൻ പോവുക. എത്ര പേർ കൂടെ വരും? അതെ. അപ്പൊ ഞാൻ പറയുന്നത് കയ്യൊക്കെ നേരെ ഉയർത്താം. ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ആമേൻ. നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ പോകുന്ന ചില കല്ലുകൾ മാറത്തില്ലെന്ന്, മാറരുതേ എന്നും ദൈവമേ അങ്ങ് കാണരുതേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ചില ബന്ധങ്ങൾ കുറുക്കി പോകരുതേ എന്നായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എന്നോട് നിഷ്കളങ്കത പറഞ്ഞു കേട്ടോ. പ്രാർത്ഥിക്കാൻ പോകുക യേശുവേ അതിനൊന്നും കേൾക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ തെറ്റിപ്പോകേണ്ടുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ കല്ലിൽ തട്ടി വീഴേണ്ടുന്ന കല്ല് എന്റെ മുമ്പിലുണ്ടപ്പോ എന്റെ ബലഹീനത കിട്ടുക
നിന്നെ കൈവിടരുത്. വഴിതെറ്റി നടക്കാൻ പിശാചൊരുക്കുന്ന പണികൾ ഞാൻ വഴിതെറ്റി പോകാതെ എന്നെ കാത്തുകൊള്ളണം. ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ വായടച്ച് മിണ്ടാതിരിപ്പാൻ എന്നെ സഹായിക്കണമേ. പ്രലോഭനങ്ങളെ ജയിപ്പാനയുടെ നാമം എനിക്ക് തുണ നിൽക്കണമേ. ഇതിനോട് ചേർന്ന് പറയാം, പ്രലോഭനങ്ങളെ ജയിപ്പാൻ യേശുവേ ഇപ്പോൾ സ്നേഹം കൊണ്ട് അങ്ങയുടെ മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പ നിഷ്കളങ്കതയോടെ, ആമേൻ, നിഷ്കളങ്കതയോടെ, ആമേൻ, നിഷ്കളങ്കതയോടെ. അപ്പാ ഇടർച്ചക്കല്ലുകൾ എന്റെ മുമ്പിൽ വരുമ്പോ ഇടറിപ്പോകാതെ, പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ, വീട് പോകാതെ, ചതിയിൽ അകപ്പെടാതെ, പാപം ചെയ്യാതെ, നിത്യതയ്ക്ക് അവകാശിയാക്കി അങ്ങയെ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും എന്റെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ബലഹീനതയിൽ എന്നെ ഒറ്റയ്ക്കാക്കരുതേ. കരങ്ങളെ ഉയർത്തി സ്വന്തത്തിലേക്ക് കരങ്ങളെ ഉയർത്തി പറയുക, എന്റെ ബലഹീനതകളിൽ എന്നെ ഒറ്റയ്ക്ക് വിടരുതേ. നമുക്ക് കൂടെ ഇരിക്കണമപ്പാ, അങ്ങയുടെ ദൃഷ്ടിയിൽ ഞാൻ ഇരിക്കണമപ്പാ. ആമേൻ, ആമേൻ, ആമേൻ. ഇതൊരു നല്ലൊരു പ്രാർത്ഥനയാണെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾ പറയും, അന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ ബഹളം കാണിച്ചില്ല, അടിവെച്ചില്ല, ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ ഞാനും നിങ്ങളും അപേക്ഷിച്ചു, അപ്പാ ബലഹീനതയിൽ നീ എന്നെ ഒറ്റയ്ക്ക് വിടരുത്, പ്രലോഭനങ്ങളിൽ നീ എന്നെ ഒറ്റയ്ക്ക് വിടരുത്, വഞ്ചിക്കപ്പെടുവാൻ പിശാചൊരുക്കുന്ന സന്ദർഭങ്ങളിൽ നീ എന്നെ ഒറ്റയ്ക്ക് വിടരുത്. ആമേൻ. ധൈര്യത്തോടെ എത്ര ഒരു കാര്യം പറയാൻ പൂർണ്ണതരം. ആമേൻ, ആമേൻ. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഈ ദൈവയുടെ മുഴങ്ങും, ചെവികളിൽ മുഴങ്ങും. ഈ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ പറയും, ദൈവമാണ് എന്നെ തടഞ്ഞത്, ദൈവമാണ് എന്നെ രക്ഷിച്ചത്. ഹല്ലേലൂയ. എത്ര മനസ്സിലായത്? ദൈവമാണ് എന്നെ രക്ഷിച്ചത്. എപ്പോഴും പറയുന്നറിയോ, അത് പ്രശ്നങ്ങൾ താണ്ടി വരുമ്പോൾ നീ പറയും, എന്റെ ദൈവമേ അങ്ങനത്തെ പ്രാർത്ഥന നീ ഇപ്പോ കേൾക്കുമല്ലേ. ഇതാണ് സ്നേഹം വരുമ്പോൾ പ്രാർത്ഥന. ആമേൻ. സങ്കടം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ അറിയാം, പ്രാർത്ഥിച്ചു. ഇനി അതിന്റെ ബാക്കി വായിച്ചേ. നിന്റെ കാൽ വായിക്കും. ഇത് എത്ര വിശ്വസിക്കുന്നു? നിന്റെ കൈകളിൽ വഹിക്കുന്ന വചനം കിടക്കുന്നേ. ഈ പ്രാർത്ഥന അർത്ഥമുണ്ടെങ്കിൽ മുമ്പിൽ ഒരു പെരുമ്പാമ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പെരുമ്പാമ്പിനെ നീ മല്ലിട്ട് ജയിക്കണ്ട, അത് അതിന്റെ വഴിക്ക് വയ്ക്കുള്ളൂ, നിന്നെ അവൻ വഹിച്ചുള്ളൂ. കാരണം ഒറ്റയ്ക്കല്ല, എല്ലാ പെരുമ്പാമ്പല്ല കേട്ട. ചിലത് കളറൊക്കെ അടിച്ചിരിക്കുന്നത് കാണും. അത് കണ്ട് പാമ്പാണോ നല്ലതാണോ എന്നറിയാതെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇവിടെ വചനം പറയുന്നു, ഹൃദയം കൊണ്ട് പറയുന്നു, വിശ്വസിക്കുക, അവൻ തട്ടി വീഴാതെ എടുത്തെത്തിയും. ഈ പാമ്പ് കരുതുന്നത് പാമ്പ് വിചാരിക്കും വിഴുങ്ങാന്ന് പറഞ്ഞിട്ട് നിൽക്കും. പക്ഷെ അവിടെ പറയുന്നുണ്ടോ, സിംഹത്തിന്റെ നേരെ അണലിന് ഒരു ഭാഗം പറയാണ്, നിന്നെ എടുത്ത് ആ കല്ല് തട്ടാതെ, കല്ല് തട്ടുന്ന കാൽ മുറിയില്ല. മനസ്സിലായി? അവൻ അവിടെ പരീക്ഷിക്കാൻ വിടുന്നില്ല കർത്താവ്. ഹലോ, അവിടെ നിന്റെ കല്ല് നീ മാറി ചവിട്ടി 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 കല്ല് ഒരേയല്ല. അടുത്ത വാക്ക് വായിച്ചു. ഹലോ 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 ഹലോ. ചില ഉയർച്ചക്കല്ലുകളെ നീ ചവിട്ടിയാൽ നീ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് ദൈവം അത് കരങ്ങളിൽ എടുത്തതിനെ അപ്പുറത്ത് വിടും. അപ്പുറത്ത് വിടുമ്പോ കല്ല് വെച്ചിട്ട് തടഞ്ഞിട്ട് തള്ളിയിടാൻ പറ്റാത്തത് അപ്പുറത്ത് നിന്നുകൊണ്ട് സിംഹമായി, ബാലസിംഹമായി, സിംഹം എന്നതുപോലെ അലറി നിൽക്കുമ്പോ ഈ പ്രതികൂലങ്ങളെ ജയിച്ചു വരുന്ന നീ അതിന്റെ തലമേ ചവിട്ടി നടക്കും. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പില്ലാതിരുന്നതിനെ ചില കല്ലുകൾ മുമ്പിൽ വെച്ച് അതിന്റെ മുമ്പ് എടുത്തു നടത്തിയ ദൈവം നിന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നിന്റെ മുമ്പിൽ ഉയർന്നു പോകുന്ന സിംഹത്തെ അണലിലേക്ക് ചവിട്ടും. ഹല്ലേലൂയ. അത് കടിക്കാൻ വരും, കടിക്കാൻ പറ്റുന്നില്ല, കാരണം നീ അധികാരത്തോടെ അതിന്റെ മേൽ ചവിട്ടും. ആമേൻ. ഈ സങ്കീർത്തനത്തിന്റെ ആഴം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇതെല്ലാം വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നത് മക്കൾക്കാണ്. അവരുടെ മേൽ അധികാരത്തെ പകർന്നിരിക്കുന്നു, അവരുടെ മേൽ അഭിഷേകത്തെ പകർന്നിരിക്കുന്നു, ആ നാമത്തെ കൊടുത്തിരിക്കുന്നു.
ആ നാമം ഏറ്റവും ശ്രേഷ്ഠമായ നാമം. യേശുവേ എന്ന നാമം വിളിച്ചുകൊണ്ട് നീ അതിന്റെ മേൽ ചവിട്ടും. നീ അതിനെ ഭയപ്പെടുകയില്ല. ഒരു കൊച്ചു ദൂരം പോയാൽ മതി, ഇറങ്ങിക്കൊണ്ടാണ് എല്ലാവരും. ഒരു പാറ്റ പറഞ്ഞു പോയാൽ മതി. ഇത് പാറ്റയും പല്ലിയൊന്നും അല്ല. ആത്മാവ് പറയും നീ അതിനെ ചവിട്ടി മെതിച്ചു മുന്നോട്ട് പോ. ആത്മാവ് പറയും നീ ചവിട്ടി മെതിച്ചു മുന്നോട്ട് പോ. നമ്മളാണെങ്കിൽ ചവിട്ടാതെ നൊന്തോ കുട്ടാ എന്ന് ചോദിച്ചു പോകരുത്. അതിനെ ചവിട്ടേണ്ടതിനെ ചവിട്ടി തന്നെ പോകണം. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിനകത്ത് നിത്യത വേണം എന്നുള്ളവൻ ചിലതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് പോകണം. ആമേൻ. ബാലസിംഹങ്ങളുടെ മേൽ നീ ചവിട്ടണം. സിംഹം എന്നതുപോലെ അലറുന്നതിന്റെ മേൽ നീ ചവിട്ടണം. അയ്യോ എനിക്ക് ഭയമാണ്. വേണ്ടവൻ നീ ഭയപ്പെടേണ്ട. നിന്റെ അകത്ത് വിളക്കുണ്ട്, നിന്റെ അകത്ത് വചനമുണ്ട്. നീ ദൈവസന്നിധിയിൽ വെച്ച പ്രാർത്ഥന അത് മുഴങ്ങുന്നു. ഹല്ലേലൂയ. എത്ര കൊതിച്ചാലും, എത്ര നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചാലും, എത്ര തള്ളിയിടാൻ ശ്രമിച്ചാലും മുമ്പിൽ ഉയർന്നു പോകുന്ന ഉയർച്ചകളെ അവൻ തകർത്തു കളയും. നിന്റെ മേൽ തൊടുവാൻ അതിന് ഭയമായി മാറും. ഹല്ലേലൂയ. നിന്നെ നശിപ്പിക്കാൻ വരുന്നതിന് ഭയം വരും. ശത്രുവിനെ നിന്നത് ആസ്വദിക്കുക. ഹല്ലേലൂയ. ഒരു വില കൊടുക്കാൻ തയ്യാറോ? 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ട്രാഫിക് പോയി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് 2 അല്ല 20 മിനിറ്റ് വൈകിയാലും നാം എഴുന്നേറ്റ് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ടെംപ്റ്റേഷൻ നമുക്ക് മാത്രമല്ല, പിശാചിന്റെ ടെംപ്റ്റേഷൻ ഉണ്ടെന്നറിയാം. ഭോഷ്കിന്റെ ആത്മാവ് പോലെ കണ്ടു. ഈ ഭോഷ്കിന്റെ ആത്മാവിന്റെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. എത്രയൊക്കെ മനസ്സിലാവും? ദൈവത്തിന്റെ ആത്മാവ് ഒരു ടെംപ്റ്റേഷൻ അത് നമ്മളെ അത് വേറൊരു കരുതല. അത് നമുക്ക് ലവ് എന്ന് വിളിക്കാം. റിയൽ ലവ്. അവയെ കണ്ടിരിക്കുന്ന കുറെ യേശുവിന്റെ സ്നേഹം, റിയൽ ലവ്, ഒറിജിനൽ ലവ്. നമ്മളൊക്കെ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ അടവുകളാണ്. എല്ലാം അടവ് നയം. അതെ, ജീവിതത്തിൽ പറയുമ്പോൾ അടവ് നയം. എന്നാൽ യേശുവിന്റെ സ്നേഹം റിയലാണ്. അതിന് പ്രത്യേകിച്ച് ടെംപ്റ്റേഷൻ തരാനൊന്നുമില്ല. അവൻ ടെംപ്റ്റേഷൻ അതിനറിയാം. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ ഈ പ്രാർത്ഥന കഴിച്ചത്, നിങ്ങളെല്ലാം പ്രാർത്ഥന കഴിച്ചത്, ഇവരെ പിശാച് ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളിൽ ചില കാര്യം നാളെ പോയ കിട്ടത്തില്ല, ഇന്നെ വാങ്ങിച്ചു വെക്കാനുള്ള ചില കാര്യങ്ങൾ വാങ്ങിക്കാറില്ലേ, വെക്കാറില്ലേ? ഇവരിങ്ങനെ തള്ളിയിടാൻ പോകുമ്പോൾ യേശുവിനെ കീഴ്ക്കാത്തൂക്കായ മരയുടെ മേലെത്തിയാൽ യേശുവിനെ പ്രവചന പുസ്തകം 61-ാം അധ്യായത്തിൽ വായിച്ചു. ആ ആലയത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ മേലായി. പലരും നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ കണ്ണുകളെല്ലാം അവരുടെ മേലായി. അത്തര പിടിച്ചില്ല. ഇവരെ കൊണ്ട് തള്ളിയിടാൻ വേഗത്തിൽ നിങ്ങൾ പരിശോധിച്ചോ? ഒരു പാപം ചെയ്യാൻ തുടങ്ങുന്നു, വേഗത്തിൽ അത് ചെയ്തു തീർക്കാൻ പിശാച് ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെയ്യപ്പെടണം. അങ്ങനെയല്ല, ഇങ്ങനൊരു ശാപം. ഹല്ലേലൂയ. അത് നമുക്ക് തോന്നി എന്തിനാ ഞാൻ ഈ വെപ്രാളം കൂട്ടുന്നത്? എന്റെ വെപ്രാളം കൊണ്ട് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ ചെയ്തേക്കാം. ആരെ വേണം ഉപയോഗിച്ചു വേഗം കൊണ്ടുവന്നുണ്ടെങ്കിൽ 2 അടി പുറകോട്ട് വന്നു വിട്ടുകൊടുക്കാമോ? ഹല്ലേലൂയ. ഇപ്പൊ തന്നെ സൈറ്റ് ചെയ്യോ? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ചില പാപങ്ങൾ കണ്ടിട്ടുണ്ടോ? മാസ്റ്റർബേഷൻ പോലുള്ള പാപങ്ങൾ, വശീകരണ പാപങ്ങൾ. ഹല്ലേലൂയ. ഇതിലൊക്കെ പാപം ചെയ്യിക്കാനുള്ള ആളെ കിട്ടില്ല. എന്നത് ചെയ്യേ. ഇവനിങ്ങനെ പൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുക. ചെയ്ത് കഴിയുന്നത് വരെ, പാപം ചെയ്യുന്നത് വരെ. അതാണ് കായനെ പ്രേരിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ശാന്തമായിട്ടാണ് കർത്താവ് എത്തിയത്. കായനോട് എന്ത് സംസാരിച്ചു? കായനോട് എന്ത് സംസാരിച്ചു? കായൻ അറിയാമോ? കായന്റെ സഹോദരന്റെ പേരെന്ത്? കായനോട് എന്ത് പറഞ്ഞു കൊടുക്കരുത്. അവൾ പിച്ചുകളോട് പറയണ്ട. എന്ത് പറഞ്ഞു കായനോട്? പൈസ എന്ത് പറഞ്ഞു കായനോട്? ഒന്നും പറഞ്ഞില്ല. കായനോട് എന്ത് പറഞ്ഞു? കായനോട് ദൈവം എന്ത് പറഞ്ഞു? കൊല്ലുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? കായനോട് കർത്താവ് പറഞ്ഞു, പാപം വാതിൽകൾ കിടക്കുന്നു. അത് ഭയങ്കര സൂര്യശോഭ നിറച്ച് ഒരു അശരീരി കേൾക്കുന്നത് പോലെ. കായനെ, പാപം നിന്റെ വാതിൽകൾ കിടക്കുന്നു, തൊട്ടുപോകരുതെന്നും പറഞ്ഞില്ല. ആത്മാവിന്റെ സംഭാഷണങ്ങളൊക്കെ വളരെ ലൈറ്റായി. അതിനില്ല.
പാപം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് ചെറിയ പ്രേരണയായിട്ടല്ലേ നമ്മൾ അത് നിസ്സാരം തള്ളിക്കളയുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ പാഞ്ഞു പോകും ഒരു ട്രെയിൻ വാസിയിലകത്ത്. ആമേൻ. ഇങ്ങനെ പാപം ചെയ്യാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പട്ടി കടിക്കാൻ ഓടിക്കുന്നത്. ആളൊക്കെ എവിടെ പോയി? കർത്താവ് ഒരു പട്ടിയെ വെച്ചിട്ട് തടഞ്ഞുകൂടായിരുന്നു ഒന്നും ചോദിക്കും. ഒരു കള്ളം ചെയ്യാൻ പോകുമ്പോ കടിക്കാൻ പറ്റുന്ന പട്ടിയെ കണ്ടിട്ട് കള്ളം ചെയ്യാൻ പോകുമ്പോൾ ഓടി രക്ഷപ്പെടുവോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ശാന്തമായിരിക്കും. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കണം. ജയിക്കാൻ പറ്റാത്ത സങ്കല്പത്തിൽ പറയാണ്, നീ സിംഹത്തിന്റെ മേലും അണലിന്റെ മേലും ബാലസിംഹങ്ങളുടെ മേലും നീ. ഒന്നാമത്തത് കല്ല്, രണ്ടാമത്തത് റിയലായിട്ട് യുദ്ധത്തിൽ വരും, പക്ഷെ നീ ചവിട്ടി വിരിച്ചു നടക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. ഉണ്ടോ? ഈ ബാലസിംഹമൊന്നും നിന്നെ ദോഷം വിടാതെ വിട്ടല്ല. കാര്യം എന്തെന്നറിയാം? ഹലോ, കാര്യം എന്തെന്നറിയാമോ? ഞാൻ എന്റെ കർത്താവിനോട് പറ്റിയിരിക്കാൻ ആഗ്രഹിച്ചു. ആമേൻ, ആമേൻ. എല്ലാവരും പറഞ്ഞെ, ഞാൻ എന്റെ കർത്താവിനോട്, എന്റെ ദൈവത്തോട്, എന്റെ യേശുവിനോട് പറ്റിയിരിക്കാൻ ആഗ്രഹിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ചുമ്മാ പറയും, എനിക്ക് യേശുവിനെ മാറി ചാരി കിടക്കുന്നതാണ് ഇഷ്ടം. ചിലർ പറയും, എന്നെ നീ കൈക്ക് പിടിച്ച്, അപ്പൊ പിന്നെ മറ്റേ പാട്ട് പോയി, അമ്മാവും നീവേ എന്നപ്പാവും നീവേ. ഹല്ലേലൂയ. ഇതൊക്കെ പാടാൻ കൊള്ളാം. ഇവിടെ കണ്ടോ, പറ്റിയിരിക്കാൻ ഒരു പുതിയ എത്ര നിർത്തുന്നു. ആമേൻ. പറ്റിയിരിക്കും. ഞാൻ കൈവയ്ക്കും, എല്ലാവരും നോക്കിയാണ്. പറ്റിയിരിക്കാൻ എത്ര കൊതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പറ്റിയിരിക്കുമ്പോൾ നമ്മള് പങ്കുവെച്ചെടുത്ത് മറ്റൊരു സംഭവം എന്താണ്? സ്നേഹം. സ്നേഹിതരെ, നിങ്ങളൊന്നും വേണ്ട, ഒരു ആട്ടിൻകുട്ടി എടുത്ത് കുറെ വെച്ചിരുന്നാൽ ചൂടുണ്ട്. ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒന്നും വേണ്ട, കുറച്ച് ബുക്സ് അടിക്കി പിടിച്ചാലും കിട്ടില്ലേ? ആരാണ്ടൊക്കെ എഴുതിയ നോവലുകളെ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിപ്പിടിച്ചു ചൂടുന്നില്ല. ഞാൻ നോക്കിയപ്പോഴാണ് ബൈബിൾ തലമേൽ വെച്ചത്. ഞാൻ പറയുന്നത് ചെയ്യരുത്, ഹൃദയത്തിലാണ്. പിശാച് വരാതിരിക്കും വലത് ഭാഗത്തും രണ്ട് ഭാഗത്തും കുരിശ് വെച്ചിട്ടുണ്ട്. അവൻ പറ്റിയിരിക്കുമ്പോ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പറയാം? പറ്റിയിരിക്കുമ്പോ ചൂട്, അത് പൊള്ളുന്ന ചൂടാണോ? പൊള്ളുന്ന ചൂട്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് കേൾക്കാം, ഹൃദയ സ്പന്ദനം കേൾക്കാം. അടുത്ത് തെറ്റിദ്ധരിക്കരുത്, വിശ്വാസം കേൾക്കാം. അടുത്ത് ഹൃദയ രഹസ്യം അറിയാം. അവൻ പറ്റിയിരിക്കുന്നവര് ഹൃദയം അറിയാം. അടുത്തിരിക്കുന്നവർ കരമെടുത്ത് പറയുക, പറ്റിയിരിക്കുന്നവര് ഹൃദയം അറിയാം. ദൈവത്തിന്റെ ഹൃദയം അറിയാം. അത് പറയാണ്, എന്റെ അപ്പൻ DGP ആയതുകൊണ്ട് നീ ആക്കണം. സ്വർഗത്തിലെ ദൈവമാകുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉയർന്നു സകല ഉയർച്ചകളെയും നീക്കിക്കളയുവാൻ ശക്തനായവൻ നിന്റെ അകത്തിരിക്കുക. ഞാൻ അവരോട് പറ്റിയിരിക്കുക, ഞാൻ അവരോട് പറ്റിയിരിക്കുക, ഞാൻ മാറി നടക്കാതിരിക്കുക. അവൻ എന്നെ വിടുവിക്കുവാൻ ശക്തൻ. വിടുവിക്കും. എനിക്ക് മുഴങ്കാൽ മുടക്കി മുകളിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചപ്പോ ഇരുട്ട് മാത്രം കാണുന്ന ഒരു അവസ്ഥയില്ല. ഞാൻ പറ്റിയിടച്ച് ചൂട് മാറിയിട്ടില്ലെന്നേ. ഹല്ലേലൂയ. ഒരിക്കൽ സഹോദരൻ പെട്ടെന്ന് മരിച്ചു. രാത്രി 12 മണിക്ക് മരിച്ചു. 12 കാലയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. എന്റെ ബോഡി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പൊ നമ്മള് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കൈയൊക്കെ പിടിച്ച് നോക്കുമ്പോ ചൂടുണ്ട്. പരസ്പരം പറഞ്ഞു ചൂടുണ്ട്, ചൂടുണ്ട്. ഫോണിൽ വിളിച്ചു പറഞ്ഞു ചൂടുണ്ട്. ആ ചൂട് കുറച്ചേരം നിൽക്കും, പിന്നെ തണുത്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ഉയർപ്പിക്കേണ്ടതാണെങ്കിൽ ദൈവം ഉയർപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞത് ഉദാഹരണം, ചൂട് നിൽക്കും. ആമേൻ. ആ ചൂടിന്റെ ഓർമ്മ മതി പിശാചിനെ ചെയ്യുക. പ്രാർത്ഥനയിലൊന്ന് പറ്റിയിരിക്കുക, വചനത്തോടൊന്ന് പറ്റിയിരിക്കുക, ആത്മാവിനോടൊന്ന് സഖ്യത ചെയ്യുക. എന്നോട് സംസാരിക്കുന്ന ദൈവത്തോട് പറ്റിയിരുന്നാൽ അവൻ എന്നെ വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. എത്ര വലിയ പ്രതികൂലമാണ്.
എന്റെ ദൈവം അനുഭവിക്കും. ആമേൻ. അതിനൊരു ഉദാഹരണം വായിച്ചട്ടെ. ഈ രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാണ്. ഏലിയാവ് വിധവയുടെ അടുക്കൽ പോകുന്ന ഭാഗമാണ്. 19 സോറി 17. പതിനേഴാം അധ്യായം 17 10 മുതൽ വായിക്കും. 17 10 മുതൽ വായിക്കും. അതെ, അവിടുന്ന് വായിക്കും. ഇവിടെ നമ്മൾ ഒരാളെ കാണുകയാണ്, വിധവയെ കാണുകയാണ്. ഈ വിധവയുടെ ഭർത്താവ് ദൈവത്തോട് പറ്റിയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ആ വീട്ടിൽ എത്ര അംഗങ്ങളെ ഉള്ളൂ? 3 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, പ്രവാചകൻ മരിച്ചു. ഇപ്പൊ 2 പേരേ ഉള്ളൂ. അടുത്ത് വായിച്ചാൽ, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാണ്, നീ എഴുന്നേറ്റ് നിന്നെ പുലർത്തേണ്ടതിന് ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഏലിയാവിനോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നിന്നെ ഞാൻ അയക്കാൻ പോകുന്നു എന്നല്ല, ഒരു വിധവ അവിടെ പാർക്കുന്നുണ്ട്, ഒരു മോനും അമ്മയും. നിന്നെ ഞാൻ അവിടെ അയക്കാൻ പോവുകയാണ്. അവിടെ നിനക്കൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ചൂരച്ചെടിയുടെ അടുക്കൽ കിടന്ന ഏലിയാവ് കേട്ട ശബ്ദം, യഹോവ പറയാണ്, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വീട്ടിലേക്ക് ചെല്ലും, പ്രാർത്ഥിക്കുന്ന വിധവയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ഇപ്പൊ എന്റെ ആവശ്യം, എനിക്ക് പകരക്കാരനായി നീ ചെല്ലും. ആമേൻ. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവരോട് പറയുന്നു, ഈ വചനം ദൈവത്തിന് പകരമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട വചനമാണ്. ആമേൻ. അടുത്തത് സാരഫത്തിൽ അപ്പൊ സാരഫത്തിൽ പോയി ഈ വിധവയെ കണ്ടുപിടിക്കണം. പേര് പറഞ്ഞിട്ടില്ല, മകന്റെ പേര് പറഞ്ഞിട്ടില്ല, ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ ചെല്ലണമെന്നേ പറഞ്ഞോളൂ. അതനുസരിച്ചു അവിടെ ചെന്നപ്പോ അടുത്ത അടയാളം കണ്ടു. അവിടെ ചെന്നപ്പോ ആ വിധവയെ തന്നെ പട്ടണവാതിൽക്കൽ കണ്ടു. ആമേൻ. ദൈവം നടത്തുന്ന വഴികളിൽ കൂടി നാം നടക്കാൻ ശ്രമിക്കണം. ആമേൻ. ഇടയ്ക്ക് ആരോടും ചോദിക്കേണ്ടി വന്നില്ല, ദൈവം തന്നെ അതവിടെ ഒരുക്കിയിരുന്നു. അടുത്ത വാക്യം. ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കണ്ടോ, നീയാണോ സ്വർഗം പറഞ്ഞ വിധവ എന്ന് ചോദിച്ചോ? ഇല്ല. അവിടെ ചില സന്ദേശങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ അതിന് പ്രത്യേകിച്ച് സംശയിക്കേണ്ട, അത് എന്നോടുള്ള ദൂതാണെന്ന് അന്വേഷിക്കും. എത്ര ഇഷ്ടപ്പെട്ടോ എനിക്കറിയാം. ഈ കല്ലിന്റെ മുകളിൽ കൂടെ ഒക്കെ ചവിട്ടുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടാകും, എനിക്കുള്ളതല്ല നിനക്കുള്ളതാണെന്ന് പറയാതെ എനിക്കുള്ളത് തന്നെ. ആമേൻ. ഇപ്പൊ വിധവയെ കണ്ടിട്ട് ഒരു സംശയം ഉണ്ടായില്ല, ഇത് തന്നെയാണ് ആളെന്ന് ആർക്ക് മനസ്സിലായി? ഏലിയാവിന് മനസ്സിലായി. ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് ചോദിക്കാതെ ചില കാര്യങ്ങൾ അറിയാൻ പറ്റും. ഹല്ലേലൂയ. ആരോട് ചോദിക്കാതെ, തെളിവെടുക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞോളൂ. അതാണ് മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഉപരോധിക്കുമ്പോൾ അതൊക്കെ വെളിപ്പെടുത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമില്ല. ഇങ്ങനെയൊക്കെ പ്രവാചകന്മാരും പ്രവാചകമായ നിങ്ങൾ അതിലേക്കൊക്കെ വാ. നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്ന ഈ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കും. ഇനി ആ ഏരിയ പോകരുതെന്ന് ആഗ്രഹിക്കാതെ അതെനിക്ക് വേണമെങ്കിൽ എനിക്ക് 4 പേരുടെ ഹൃദയ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിക്കണം, ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കണം. അടുത്ത വാക്യം. അപ്പൊ അവൾ ഈ പ്രവാചകനെ കണ്ടിട്ട് പ്രവാചകൻ പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. നിർദോഷകരമായ കാര്യം, വെള്ളം എടുത്തു. പക്ഷെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തൊട്ട് പറയുക പറഞ്ഞു, ഇതിലപ്പം കരവിട്ട് മോശപ്പെടുത്താണ്. ഹല്ലേലൂയ.
ദൈവം നമ്മളോട് ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ കുറവുള്ളതായിരിക്കും, എരികിയിരിക്കുന്നതായിരിക്കും. പക്ഷെ അപ്പൻ ചോദിച്ചു, വിതയ്ക്കാൻ പറ്റിയോ? നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. സംശയിക്കേണ്ട, തിരിവെടുത്താണ്. വിധവയുടെ വീട്ടിൽ ചെന്ന് വെള്ളമെടുക്കാൻ വിധവ തിരിയുമ്പോൾ ഈ ഏലിയാവുന്ന ദൈവപുരുഷൻ പറയുകയാണ്, വെറും കൈയോടെ വരരുത്, കൈയുടെ അപ്പവുമായിട്ട് വരണം. അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പ് ചില പ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതുണ്ട്. ദുരന്തങ്ങൾ മാറിപ്പോകേണ്ടതിന് ചില ചെറിയ പ്രവർത്തികൾ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ. ചുമ്മാ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിധവയുടെ വീട്ടിൽ ചെന്ന് ഏലിയാവുന്ന ദൈവപുരുഷൻ ആവശ്യപ്പെടുന്നു, നീ ഒരു അട കൂടെ എടുക്കുക. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്, പക്ഷെ നീ അട എടുക്കുക. ഹല്ലേലൂയ. ഒരു അപ്പം കയ്യിലെടുക്കുക. ആമേൻ. എന്റെ കയ്യിൽ ഒന്നുണ്ടപ്പാ, ഒന്നുമില്ല, ഉള്ളത് മോന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അല്ല, എടുക്ക്. അപ്പൊ വെള്ളം എടുക്കാൻ നമുക്ക് തടസ്സമില്ല. അവൾ പോയി. പക്ഷെ പോകുമ്പോ പിന്നിൽ നിന്ന് വീണ്ടും ഏലിയാ വിളിച്ചു, ഹേ സഹോദരി, കഴിക്കാൻ ഒരു അപ്പം കൂടെ എടുത്തോളാം. നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. ഇത് പറയുമ്പോ കർത്താവിന് നന്നായിട്ട് അറിയാം, അടുക്കളയിൽ 2 അപ്പം ഉണ്ടെന്ന്. നിന്നോട് എന്തെങ്കിലും ഒരു ദൂത് വെളിപ്പെടുമ്പോൾ, എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ, അയ്യോ ഇല്ല കർത്താവേ ശൂന്യൻ എന്ന് പറയുമ്പോ, യിരെമ്യാവ് ഒരിക്കൽ പറഞ്ഞു, അയ്യോ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞപ്പോ യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞു, നീ ബാലനെന്ന് പറയണ്ട. ഹല്ലേലൂയ. അയ്യോ എനിക്ക് വചനം അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് അറിയാം, ഇവനെ വിളിച്ച ദൈവത്തിന് അറിയാം, അവന്റെ നാവിന്മേൽ കൊടുക്കേണ്ടത് അവന്റെ അകത്ത്. അവൻ വിളിച്ചപ്പോൾ തന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ അത് അകത്ത് വച്ചൊരു ദൈവമാണ്. വെളിപ്പെടുത്താൻ ഒരു സമയമൊന്ന് മാത്രമേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവത്തിന് വിളിച്ച നാൾ മുതൽ അന്നല്ല അവനെന്നെ കണ്ടത്, അതിനും നാളുകൾക്ക് മുമ്പേ അവനെന്നെ കണ്ടിരുന്നു. നഥനയിൽ നടന്നു വരുന്നത് കണ്ടിട്ട് നഥനയിൽ അന്ത്രേസ് കൂട്ടി വരുമ്പോൾ, അല്ല ഫിലിപ്പോസ് കൂട്ടി വരുമ്പോൾ, നഥനയിലെ ദൈവം അന്നല്ല കണ്ടത്. നഥനയിൽ ജനിച്ചപ്പോൾ മുമ്പേ തന്നെ, ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ നഥനയിലെ യേശുവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എങ്കിലും ഇരിക്കുന്നത് എന്നോടും ചേർത്ത് പറയുന്നു, ഞാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. വെളിപ്പെട്ടത് ഇപ്പോഴെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അവളുടെ വീട്ടിനകത്ത് 2 അടയ്ക്കുള്ള വസ്തു ഉണ്ട് എന്ന് സ്വർഗത്തിന്റെ ദൈവത്തിനറിയാം, ദൈവപുരുഷനതറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, 2 അടയ്ക്കുള്ള മാവകത്തുണ്ട്. അതിൽ നിന്ന് ഒന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഇല്ലാത്തത് ദൈവം ചോദിക്കത്തില്ല. നീ കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു. ചിലർ ചോദിക്കും, എടുക്ക. ചില പാപ സ്വഭാവങ്ങൾ കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു, എടുക്ക. അത് മറന്നേക്ക് പുറത്തു വരട്ടെ. അവൾ പറഞ്ഞില്ല, 2 അടയ്ക്കുള്ള മാവുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ കർത്താവിനറിയാം അകത്തുണ്ട്, പ്രവാചകനറിയാം അകത്തുണ്ട്. അത് കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. കർത്താവ് ഇല്ല, എടുക്ക് നീ അത്. ആമേൻ. എടുത്ത് നീ പുറത്തു കൊണ്ടുപോവാ. ഞാനതിനെ വാഴ്ത്തി നുറുക്കി വർദ്ധിപ്പിക്കാൻ പോകും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അടുത്ത വാക്യം. സത്യം വെളിപ്പെട്ടപ്പോ അവള് പിന്നെ മാറ്റി. നമ്മളാണെങ്കിൽ ചില കാര്യങ്ങളാണെങ്കിൽ തലയാട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പാപസ്വഭാവവും, പ്രവാചകനും കള്ളനാവും, ദൈവവും കള്ളനാവും. ചിലരുടെ ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് പറഞ്ഞോണം. ഇത് ചിലപ്പോൾ ആലയത്തിൽ പോലും പറ്റില്ല. ഹല്ലേലൂയ. മക്കളെ കളി ദൈവത്തോടാണ്. ദൂത് തന്നെ ഓടിച്ചിട്ട് കേൾപ്പിച്ചാണ് ദൈവം. ആമേൻ. ഇവള് മനസ്സൊന്നും പറഞ്ഞില്ല, സങ്കടം തോന്നി, കണ്ടുപിടിച്ചല്ലോ. കലത്തിൽ ഒരു പിടി മാവുള്ളത് ആര് കണ്ടു? പ്രവാചകൻ കണ്ടിരിക്കും. ചില കാര്യങ്ങൾ കലത്തിനകത്ത് മറച്ചു വെച്ചിട്ട് രഹസ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ദൈവം കണ്ടിരിക്കുന്നു. എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി മാത്രമുള്ളത് മാറ്റി വെച്ചിരിക്കുന്നു, ദൈവം കണ്ടിരിക്കുന്നു. ആമേൻ. തക്ക സമയത്ത് ഉപയോഗിക്കാനായിട്ട് കണ്ടി വെച്ചിരിക്കുന്നത് ദൈവം എടുക്കുക. ഒരപ്പം തന്നെ, ഒരപ്പം തന്നെ കരമത്സരിച്ച് മാത്രം സ്പർശിക്കുന്നു. അടുത്ത വാക്യം. ഉടനെ അവൾ സറണ്ടർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു, ദൈവമേ നീ അത് കണ്ടു. ദൈവത്തിനാണ്, നിന്നാണ്. ദൈവമേ, കലമുണ്ട് ശരി തന്നെ, അതിന്റെ അറ്റത്തൊരുപിടി മാവ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, എണ്ണയും ഒരു അല്പവും, വേറെ ഒന്നും ഇല്ല, വേറെ ഒരു അപ്പവും. അപ്പൊ ഇവള് വിചാരിച്ചെന്താണെന്നറിയാമോ? ഇത് വേറെ എന്തെങ്കിലും വെച്ചോണ്ടാണോ ഈ പറയണത്? ഈ ശീമോൻ ഉണ്ടായതുപോലെ ഈ പാവ പിടിച്ച പെണ്ണിനൊരു സംശയം ഉണ്ടായി.
ഇത് ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കും. നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാളൊന്ന് രാവിലെ 5 രൂപ കടത്തി വെക്കുകയാണെങ്കിൽ, നീ ഇത് കാണുന്നില്ലേ, നീ അറിയുന്നില്ല, ദൈവം എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ നീ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ശാന്തമായി ചിന്തിച്ചാൽ മതി, ഒരു 500 രൂപ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ദൈവം അനുഗ്രഹിക്കും. അപ്പൊ ഇവിടെ പറയാണ്, ആകെ അല്പം മാവുണ്ട്, അത് പക്ഷേ നിനക്ക് തരാനുള്ളതല്ല, ഞങ്ങൾക്കുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, 1 രൂപ കിട്ടിട്ട് മാസങ്ങളായത് തപ്പി നോക്കിയാൽ 10-30 രൂപയും കാണും. ആമേ. ചിലർ പറയാറുണ്ട്, എന്റെ ഒന്നുമില്ല, നീ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കും, ഇവിടെ വെച്ചുകൊണ്ടാണ്. ആമേ. ചില ആൾക്കാർ ഭിക്ഷ അയച്ചു വരുമ്പോ, ഞാൻ കഞ്ഞി കുടിച്ചിട്ട് നാളുകളായിരുന്നു, ദേവിയെ അങ്ങനെ പറയരുതേ, 2 ദിവസം നിനക്ക് കഞ്ഞിയില്ലാതിരുന്നാണ്. ആമേ. ഇവിടെ ഈ വിധവ പറഞ്ഞു കണ്ടോ, മാവുണ്ട്, ഒരല്പം മാവുണ്ട്, പക്ഷെ നീ പറഞ്ഞ അട ഞാൻ ഏതിലുണ്ടാക്കണമെന്ന് കഴിയത്തില്ല. അത് കർത്താവ് ക്ലാരിറ്റി കൊടുക്കണം. അടുത്ത വേറെ അപ്പൊന്നും ഇല്ല, 2 വിറക് ഞാൻ പെറുക്കുന്നു. അടുത്ത ഇതിനുള്ള സന്ദേശം കണ്ടോ, എനിക്ക് മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ കഴിച്ചിട്ട് മരിപ്പാനിരിക്കും, ആത്മഹത്യയിലിരിക്കുവാണ്. അടുത്തത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യത്തെ നീ ചെയ്തു വരിക. നീ ആ 2 ഇടക്കഴി മാവിനെ എടുത്ത് പകത്ത് 3 ആക്കുക. ആദ്യത്തെ അതിലൊന്നും ദൈവത്തിന് കൊടുക്കുക. ഇതാണ് വിധവ നാണയത്തോട്ടിട്ടപ്പോ അപ്പുറത്ത് മാറി കർത്താവിനെ കൊണ്ട് ഇപ്പൊ തന്നെ എന്റെ സന്നിധിയിൽ വന്നിട്ട് ഇട്ടതെന്ത് നല്ല ദൈവം നോക്കിയേ. അപ്പൊ ഇവിടെ വിധവയ്ക്ക് ഒരു തെറ്റുപറ്റി. വിധവയ്ക്ക് അറിയത്തില്ല എന്ത് കണ്ടിട്ടാണ് ഈ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. കരത്തിന് മാവുണ്ട് പോലെ, നീ അതിനെ പകുത്ത് 3 ആക്കി എടുത്താലും നിറവ് വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിനുള്ള കൊടുക്കാനുള്ള അംശം മാറ്റി വെക്കുക. ദൈവനാമത്തിൽ ഓർത്തിരിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടെടുക്കുക. കരി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആമേൻ. അടുത്ത വാക്യം. അപ്പൊ ആ ഏലിയാവ് പറഞ്ഞ ഒന്നും പറയും, ഒന്നും വായിച്ചു. ഏലിയാവ് അവളോട്, നീ ഭയപ്പെടേണ്ട. നീ എന്തിനാ, കണ്ടോ, കാര്യം ശ്രദ്ധിച്ചോ, മാവെടുക്കാൻ ഭയം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒരു പിടി മാവിൽ നിന്ന് പകുക്കാൻ അവൾക്ക് ഭയം. ചാകാനിരിക്കുന്നവൾ മനസ്സിലായി. ആമേൻ. പറ്റിയിരിക്കുന്നവളാണ് ദൈവത്തോട്. കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. ദൈവം മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് അവൾ ഇന്ന് രാത്രി മരിക്കാൻ കാത്തിരിക്കുകയാണ്. ദൈവപുരുഷൻ വന്നപ്പോ പരാതി പറഞ്ഞില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൾ പറഞ്ഞില്ല. നമുക്ക് മനസ്സിലായില്ല എന്തിനു ചോദിക്കണം. പക്ഷെ കർത്താവിനറിയാം, ഈ സ്ത്രീയെ നീ ഇതിനെ പകക്കമായി. ഹല്ലേലൂയ. നീ ഒരു അട എടുത്തുകൊണ്ടിരിക്കുക. ഇതിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി ആകട്ടെ. ഒരല്പം മാവിന് ഇത്ര വിലയുണ്ടായി. ദൈവം എന്റെ മേൽ വെച്ചിരിക്കുന്ന വിലയെന്ന, ഹല്ലേലൂയ, എന്റെ രക്ഷയ്ക്കായി അവൻ കരുതിയിരിക്കുന്ന വിലയെന്ന, അവൻ ഭൂമിയിലേക്ക് വെളിപ്പെടുന്നത് എന്തിന്? നിത്യതയുടെ ആഴമെന്താണ്? നിത്യജീവന്റെ ശക്തി എന്താണ്? എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് അവന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നത് എന്തിന്? അതിന്റെ വലിപ്പമെന്ത്? അതിന്റെ മഹത്വമെന്ത്? അതിന്റെ ശക്തി എന്ത്? ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ഒരു നീളം ലോകമോഹങ്ങൾക്ക് അധീനരാക്കിയിരുന്നതാൽ, നിന്റെ ലോകമോഹങ്ങൾക്ക് അകത്ത് നീ പെട്ടുകിടക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ഒരട നീ ചൂച്ചെടുത്ത് കൊടുക്കോ? ഇല്ല. ഇതെന്റെ പ്രിയനായി ഞാൻ കാത്തു വെച്ചിരിക്കുന്നു. അപ്പൊ കർത്താവായി, പ്രിയൻ എപ്പോൾ സുന്ദരനായി. അതിന്റെ താഴെ പാടുകയാണ്, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുള്ളില്ല ഞാൻ. ചോദിച്ചു നോക്കണം, ഈ മണ്ണെ പ്രതി ഹല്ലേലൂയ വെടിയോ നമുക്ക്. ആമേൻ. ഇപ്പൊ ഈ വിധവയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയാം? എന്താണ്?
അമ്മാവാണ്. മരിക്കാൻ നിശ്ചയിച്ചുകൊണ്ട് മുമ്പിൽ അവന്റെ സമ്പത്ത് വിശപ്പ് തീർന്നു മരിക്കണം. അതിന്നാണ് കർത്താവ് ചോദിച്ചത്. അടുത്ത വാക്യം. എനിക്ക് ഒരു അപ്പവും നിനക്ക് തരാം, എന്റെ കയ്യിൽ അപ്പമില്ല, നീ ഭയപ്പെടേണ്ട. അടുത്ത വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്യും. ചില കമാൻഡിങ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്യും. നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കമാൻഡിങ്ങുകളാണ്. സ്നേഹിച്ച് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇല്ലോളം ചെയ്യും. ജിൻസി കുറ്റം തൂത്തുന്നു, നടന്നത് ഇനി സ്നേഹത്തിൽ പറഞ്ഞാലോ ഒക്കെ കള്ളിയിൽ കടന്നാലും. ആമേൻ. എന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിൽ മടി കാണിക്കരുത്. ചെറിയ കാര്യങ്ങളാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു മല എടുത്തുകൊണ്ട് വരാനൊന്നും കർത്താവ് പറയില്ല. ആ ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ പിന്നെ ഒരാൾ വയ്യാതെ നടക്കുമ്പോൾ ഈ കഥയാണ് അതിൽ പറയാം. ഹനുമാൻ മലയിൽ ചുമന്നുകൊണ്ട് വരിക. ഐതിഹ്യങ്ങളാ. ഇവിടെ കർത്താവ് ഇങ്ങനെ മലയൊന്നും ചുമന്നുകൊണ്ട് വരാൻ പറയത്തില്ല. കേട്ടോ ബിൻസി, ജാൻസി, ജോൻസി, കേട്ടോ മക്കളെ, കേട്ടോ കുഞ്ഞുങ്ങളെ, എടുക്കാൻ പറ്റാത്ത ഭാരമൊന്നും കർത്താവ് ചുമന്നുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇല്ലോളം മാവെടുത്തുണ്ട്. ചെറിയ കാര്യം നീ നിനക്ക് വേണ്ടി സ്വസ്ഥമായി വെച്ചിരുന്ന ചിലതിനെ കർത്താവ് പൊളിച്ചിട്ട് അതിൽ നിന്ന് എടുക്കാൻ പോകും, അനുഗ്രഹിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ചില പഴുപ്പുകളെ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാറില്ലേ? അപ്പോഴാണ് പറയുന്നത് ഇത് അവിടെ ഇരിക്കേണ്ട സാധനമല്ല, ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ സംഗതി പ്രശ്നമാണ്. ആമേൻ. അതുപോലെ ചില അടകൾ മാറ്റപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. ആമേൻ. ചിലതിനെ മൂടി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ റോളം. അടുത്ത വാക്യം. ഒരു ഇളവ് കൊടുത്തു, നീ അതിനെ പകത്തൊരു ചെറിയ ഇട മതി. പക്ഷെ നീ അട ഉണ്ടാക്കണം, നീ അതിനെ പകക്കണം, നീ അതിനെ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും എൻ വീട്ടാരും പകക്കേണ്ട എന്ത് ചെയ്യണം? പകക്കേണ്ട എന്ത് ചെയ്യണം? ദൈവം ചോദിച്ചാൽ എത്ര പേര് കൊടുക്കും? ഹല്ലേലൂയ. ആമേൻ. ഗീതസൂര്യ ഇന്ന് കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വരികയാണെന്നിരിക്കുന്നത്, എന്ത് കൊടുക്കും കർത്താവ്? അട കൊടുക്കോ? അട പകത്ത് കൊടുക്കോ? കൊടുക്കോ? അടുത്ത വാക്യം. അപ്പൊ കർത്താവ് കരുണയില്ലാത്തവനല്ല. നിന്റെ മോനും മോൾക്കും കൊടുത്തോ? പക്ഷെ ആദ്യം നീ എന്ത് ചെയ്യണം? ദൈവത്തിനുള്ളതിനെ കൊടുക്കുക, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. അടുത്ത വാക്യം. പറയാ, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ കലത്തിലെ മാവ് വറ്റിപ്പോകയില്ല, നിന്നുപോകയില്ല. തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോകയില്ല. നീ നിന്റെ ചാർച്ചക്കാരും ബന്ധുക്കളും ഒക്കെ നീ ആ നിനക്കുള്ള അടയെ പകുത്ത് മൂന്നിലൊന്നെടുത്തപ്പോ ഇനി ഒരിക്കലും ക്ഷാമകാലത്ത് നീ ഞെരുങ്ങേണ്ട, വിശന്ന് ചാകേണ്ട, നീ പെട്ടുപോകാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിധവയുടെ സങ്കടമൊക്കെ ഭയങ്കരമാണ്, വേദനയൊക്കെ ഭയങ്കരമാണ്. പക്ഷെ തിരുവഴുത്തുള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചൊരു കുടുംബത്തിന് പട്ടിണി കിടന്ന് മരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പോറ്റുന്നൊരു ദൈവം എനിക്കുണ്ട്. ആമേൻ. പറയുക, ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പോറ്റുവാൻ എനിക്ക് ദൈവം ഉണ്ട്. ആമേൻ. അടുത്ത വാക്യം. ഏലിയാ പറഞ്ഞു, ഞാനല്ല സഹോദരി, നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന നിന്റെ ദൈവമായ യഹോവ തന്നെ പറയുന്നു, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല, നിന്റെ കലത്തിലെ മാവിന് നീ വടിച്ചെടുത്തില്ലേ, 3 കഴിയാക്കി അതിനെ മാറ്റിയത് 3 വേർതിരിച്ചില്ലേ, ഇനി ആ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല. ഇതെങ്ങനെ വന്നു എന്ന് അതിശയം കൂറുമാറ് ദൈവം ചില പ്രവർത്തികളെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞെരുക്കങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യുന്നു. ആമേൻ. ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്
ഇതെങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. പറഞ്ഞെങ്കിലും തെറ്റിദ്ധരിക്കും, അങ്ങനെ പറയുന്നില്ല സാക്ഷ്യം. പറ്റാതെ നടത്തുന്നത് ഉറവയായിട്ട് കർത്താവ്. ഹല്ലേലൂയ. ഒരിക്കലും പറ്റാത്ത ഉറവ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റാത്ത നീരുറവ. ആമേൻ. ഇത് ചിലപ്പോൾ നദിയായിട്ട് ഒഴിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഉറവയായിട്ട് പൊട്ടിപ്പൊട്ടി തുള്ളിയായിട്ട്. അടുത്ത വാക്യം. ഏറിയ നാൾ മഴ പെയ്യുന്നതും വരെ, ദേശത്ത് സമൃദ്ധി വെളിപ്പെടുന്നത് വരെയും പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിനകത്ത്, പറ്റിയിരുന്നവളുടെ ഭവനത്തിനകത്ത്, യഹോവയുടെ അപേക്ഷിച്ചവളുടെ ഭവനത്തിനകത്ത് അവിടെ ഒരു സമ്പന്നത വെളിപ്പെട്ടു. അവൾക്ക് മാത്രമല്ല, അവളുടെ ചാർച്ചക്കാർ കഴിച്ചു, അവളുടെ ബന്ധുക്കൾ കഴിച്ചു. അവർക്ക് കൊടുപ്പാൻ തക്കവണ്ണം ഈ കലത്തിനകത്തൊരു നിറവ് വെളിപ്പെട്ടു. പ്രാർത്ഥിക്കുന്നവരോട്, പറ്റിയിരിക്കുന്നവരോട് പറയുന്നു, ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, വരില്ല, വരില്ല. തീർന്നില്ല. വായിച്ചോ. അടുത്ത നോക്കണേ, കാര്യം സംഗതിയൊക്കെ കഴിഞ്ഞു. പുഷ്ടിയോടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം. ഇനി പറ്റിയിരിക്കുന്നവരുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവസന്നിധിയിൽ യാചിക്കുന്ന ദൈവത്തിനോട് ഹൃദയപൂർവ്വം പറ്റിയിരിക്കുന്നവരുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ വലിയ വിടുതലുകയാണ്. ആമേൻ. അപ്പൊ ഇവിടെ ആ വീട്ടില് കൊച്ചിന് രോഗം ബാധിച്ചു. അടുത്ത ദീനം കടത്തിട്ട് അവന് ശ്വാസമില്ലാതെ. അടുത്ത അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ഒരു ദൈവപുരുഷൻ, നീ എന്റെ വീട്ടിൽ പാർക്കുന്നു. ആമേൻ. ഇപ്പൊ കണ്ടോ, എന്റെ കുഞ്ഞ് ശ്വാസമില്ലാതെ പോയി. വായിച്ചേ. ദൈവത്തിന്റെ പുരുഷനോട് അവളിങ്ങനെ കരഞ്ഞു പറയുക, എന്റെ പാപങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതിനാണ് നീ വന്നത്. മറച്ചു പിടിച്ച ചില പാപങ്ങളുടെ മേൽ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവൾ തകർന്നുപോയി. അവൾ മടികൂടാതെ ഈ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവപുരുഷ, അതൊരു കൊച്ചു കുഞ്ഞായിരുന്നു കേട്ടോ, വലിയ കുഞ്ഞൊന്നും അല്ല, യുവാവൊന്നും അല്ല. ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ മരിക്കാനിരുന്നത്. ആമേൻ. എന്നാൽ എന്റെയും വീട്ടിനകത്ത് ദൈവം ചില നിയോഗങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില മരണശക്തികളെ, ചില ഇല്ലായ്മകളെ നീക്കുവാൻ വേണ്ടി അത്രേ ചില ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. ആമേൻ. കാഴ്ചയ്ക്കൊന്നും വെളിപ്പെട്ടില്ലെങ്കിലും ശക്തമായ ദൈവിക ഇടപെടലുകൾ അതിന്റെ പുറകിൽ നടക്കും. ദൈവിക ഇടപെടലുകൾ അതിന്റെ മേൽ നടക്കും. ദൈവപ്രവൃത്തി അതിന്റെ മേൽ നടക്കും. ശ്വാസം നിലയ്ക്കാതെ വീണ്ടും സ്പന്ദിക്കുന്ന ഹൃദയവുമായി നീ ചലിക്കേണ്ടത് നടക്കും. ആമേൻ. അടുത്ത് വായിച്ചാട്ടെ. നിന്റെ മകനെ ഈ തരാം. ഹല്ലേലൂയ. മരിച്ച മകനെ കൊടുത്തു. അടുത്ത അവളുടെ മടിയിൽ കിടക്കുക ഈ കൊച്ചു. അവളെ നിലച്ചു. വിധവയെ ഒറ്റയ്ക്കാക്കുവോ ദൈവം? വേറൊരു അമ്മ പറയാം, വിധവയ്ക്ക് ആരാ കാതാര? ദൈവമല്ലേ. ഇവളുടെ ഭർത്താവ് മരിച്ചു. ഏലിയാവ് അവനെ നിൽക്കുന്നു. തിരുവഴുത്തിൽ വെളിപ്പെട്ട ഏറ്റവും ശുദ്ധനായ ഒരു പ്രവാചകൻ. ദൈവം തന്നെ അവളുടെ വീട്ടിൽ നിന്ന് കാവൽക്കാരനെ പോലെ അവളുടെ വീട്ടിൽ പാർത്തുകൊണ്ട് അവളെ ശുശ്രൂഷിക്കുന്നു, പാർത്തുകൊണ്ട് അവളെ സ്നേഹിക്കുന്നു, പാർത്തുകൊണ്ട് അവളെ സൗഖ്യമാക്കുന്നു, പാർത്തുകൊണ്ട് അവളെ സമ്പന്നയാക്കുന്നു, പാർത്തുകൊണ്ട് ആ മക്കളുടെ മേൽ, തലമുറകളുടെ മേൽ അനുഗ്രഹത്തെ വയ്ക്കുന്നു, മരണത്തെ നീക്കുന്നു, ശാപങ്ങളെ നീക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ മഹത്വം. ആമേൻ. അടുത്ത് വായിക്കേ. എടുത്ത് കട്ടിന്മേൽ കിടത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടുത്ത്, എന്റെ ദൈവമായ യഹോവേ, നീ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അടുത്ത് പിന്നെ ഏലിയാവ് പറയാണ്, ഇവൻ കൊല ചെയ്യപ്പെട്ടതുപോലെ കിടക്കുക, ഇവൻ മരിക്കേണ്ടവനല്ല, പക്ഷെ അവനിപ്പോൾ രോഗബാധിതനായി കൊല്ലപ്പെട്ടിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ ചോദിച്ചു. അടുത്ത എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരത്തക്കവണ്ണം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇവിടെ ചില ആഴങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബം, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് എത്ര വലിയ പ്രതികൂലങ്ങളുടെ മധ്യയും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആ വിധവ ഓർമ്മിപ്പിക്കുന്നത്, എന്റെ പാപങ്ങൾ ഓർമ്മിപ്പിക്കത്തക്കവണ്ണം. വിധവയുടെ ഒരു വാക്കുതാണ്, എന്റെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തി തിരക്കവണ്ണം. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും സമയം അനുവദിച്ച ചുമന്നുകൊണ്ട് നടക്കരുത്. ദൈവം ദീർഘക്ഷമയുള്ളവരാണെന്ന് പറഞ്ഞ് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കരുത്. അടുത്ത വാക്യം, യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഏലിയാവിനെ ചൂരച്ചുടിയുടെ നടുവിൽ നിന്ന് ആ ഭവനത്തിലേക്ക് ദൈവം അയച്ച് അവിടെ പാർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഒരുക്കിയത്. ഹല്ലേലൂയ. ഈ വിഷയത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്കും സാധിക്കും. ഒരു അപ്പം ഇവിടിലേക്ക് അപ്പുറത്ത് വിൽക്കണം വാങ്ങിക്കാം. ക്ഷാമം വന്നപ്പോൾ ക്ഷാമം തീരുന്നവരെ പട്ടിണി കോലങ്ങളെ പോലെ കഴിയാം. എന്നാൽ മരണത്തെ ആര് നീക്കും? ശാപത്തെ ആര് നീക്കും? പാപത്തിന്റെ ശമ്പളമായ മരണത്തെ നീക്കേണ്ടതിന് ദൈവം തന്നെ തന്റെ പുരുഷനെ അവിടെ അയച്ച്, തന്റെ പ്രവാചകനെ അവിടെ അയച്ച് ഒരു മാളികയിൽ പ്രാർത്ഥിപ്പിച്ച് ഒരുക്കിയത് ആ ഭവനത്തിന്റെ പേര്. ഇനിയൊരു മരണം വെളിപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. പറ്റിയിരിക്കുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അടുത്ത വാക്യം, കുട്ടിയുടെ പ്രാണൻ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. അടുത്തത്, ആമേൻ, ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. കരമേൽ കുത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഒരു അപ്പം കൊടുത്തതിന്റെ വില, തനിക്കുള്ളതിൽ നിന്ന് പകുത്ത് പങ്കുവെച്ചതിന്റെ വില. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും നിരാശപ്പെട്ട് തകർന്നു പോയ സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടില്ല. ദൈവത്തിന്റെ കരം ആ വീടിനകത്ത് വെളിപ്പെട്ടു. ദൈവത്തിന്റെ കരം ആ കുഞ്ഞിനെ വെളിപ്പെട്ടു. അതിന് ജീവൻ മടങ്ങി വന്നു. അതുകൊണ്ട് വിധവയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ മകൻ. ആശ്രയിക്കുന്നവരും ആരാധിക്കുന്നവരും ദൈവത്തിന്റെ മേൽ അപേക്ഷിക്കുന്നവരും ധൈര്യത്തോടെ പ്രസ്താവിക്കട്ടെ, നീ എന്റെ ദൈവം. യേശുവേ, നീ എന്റെ ദൈവം. എന്റെ മരിച്ച അവസ്ഥകളെ മാറ്റുവാൻ നീ ശക്തനായ ദൈവം. കണ്ടോ, ഈ വിധവയ്ക്ക് അവളുടെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു കല്ല് വെളിപ്പെടുമെന്ന് അറിയാമായിരുന്നു. കുഞ്ഞ് അസുഖം മരിക്കുമെന്ന് അവൾ ഭയന്നിരുന്നു. പക്ഷെ അവളുടെ ആ ഇടർച്ചക്കല്ല് വന്ന സമയത്ത് അവളെ കൈകളിലെടുത്ത് അപ്പുറത്തേക്ക് വെച്ച് മകനെയും കൂട്ടിക്കൊടുത്ത് നടത്തിയ ദൈവം. അടുത്ത വാക്യം തീർന്നോ? നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും, നിന്റെ നാവിന്മേലുള്ള ദൈവത്തിന്റെ വചനം സത്യമെന്നും, നിന്റെ നാവിന്മേൽ വെളിപ്പെടുന്ന വചനം തിരുവെടുത്തെങ്കിൽ അത് സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. ഈ 17-ാം അധ്യായം മുഴുവനും സെറഫത്തിലെ വിധവയ്ക്ക് കുറിച്ച് എഴുതുമ്പോ തീർന്നില്ല. യേശു പോലും ഈ വിധവയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. സാക്ഷാൽ ദൈവം ഭൂമിയിൽ വെളിപ്പെട്ടപ്പോഴും പറഞ്ഞു ഈ വിധവയെ കുറിച്ച്. ഇതാണ് നിഷ്കളങ്ക പ്രാർത്ഥന എന്ന് പറയും. ആമേൻ. യിരെമ്യാവിന്റെ പുസ്തകം. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുമെന്ന് ഒന്നുകൂടെ നോക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എല്ലാം വായിക്കാൻ നമുക്ക് സമയമൊന്നുമില്ല, വായിക്കുമ്പോൾ യിരെമ്യാവ് കാലഘട്ടത്തിന്റെ വേദനിപ്പിക്കുന്ന ഒരു പ്രവാചകനായി നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ഉപരോധിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ദൂത് വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായിരുന്നു. കരയുന്ന പ്രവാചകൻ എന്ന് വിളിപ്പേരുള്ള യിരെമ്യാവ്, ദൈവം അവന്റെ കൂടെ ഇരുന്ന് സങ്കടപ്പെട്ടു. അപ്പൊ യിരെമ്യാവ് കുണ്ടറയിൽ കിടന്നു. യിരെമ്യാവ് അവരുടെ പരിഹാസം കേട്ടു. ഇതൊക്കെ ദൈവം അനുവദിക്കുന്നത് എന്തിനെന്ന് യിരെമ്യാവ് കരഞ്ഞു ചോദിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ഒരു മറുപടി ഉണ്ട്. ഒരു അരക്കച്ച അരക്കി കെട്ടിയിരിക്കുന്നത് പോലെ ഇസ്രായേലിനെ അരക്കി കെട്ടിയ എന്റെ സങ്കടമാണ് യിരെമ്യാവേ നിന്റെ കരച്ചിൽ. പിതാവായ ദൈവം പറയുകയാണ്, സ്വർഗ്ഗത്തിൽ ദൈവം പറയാം, നിന്റെ വേദനയാണ് യിരെമ്യാവേ നിന്റെ കണ്ണുകളിൽ കൂടി പുറത്തു വരുന്നത്, നിന്റെ കണ്ണീർ തടങ്ങൾ വാടിപ്പോകുന്നത്. നീ ആകെ പാടിയവരെ കൂടി ഇരിക്കുന്നതിന്റെ കാരണം എന്റെ പ്രവാചകനായ യിരെമ്യാവേ, നീ എന്നോട് പറ്റിയിരിക്കുകയാൽ എന്റെ ഹൃദയം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കരയുന്നത് നീയല്ല, ഞാനാണ്. ആമേൻ. ഈ ഏലിയാവിന്റെ ഉപരോധമൊക്കെ കഴിഞ്ഞ് ഏലിയാവിന്റെ കൂടെയുള്ള പലരെയും ആമത്തിലിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കരഞ്ഞവരോടും കൂടെ ഇരുന്നവരോടും പറ്റിയിരുന്ന ദൈവം അവരോട് പറയുകയാണ്, അവരോട് പറ്റിയിരുന്ന ദൈവം അവന് വേണ്ടി ഒരുക്കിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്.
39 അധ്യായം അതിന്റെ 10 മുതലൊന്ന് വായിച്ചാട്ടെ. 39-10. യിരെമ്യാവിനെ കുറിച്ച് ചക്രവർത്തിയായ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ കൽപ്പന പുറപ്പെടുവിച്ചു. യിരെമ്യാവ് എന്ന പ്രവാചകനെ അയാൾ കണ്ടിട്ടില്ല. എന്നാൽ ദേശം ഉപരോധിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ നെബൂഖദ്നേസർ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. യിരെമ്യാവിനെ അടിമയാക്കി കൊണ്ടുവരണ്ട, അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രവാചകൻ. ആമേൻ. അടുത്തത് നീ അവനെ വരുത്തണം, അവന്റെ മേൽ നീ ദൃഷ്ടി വയ്ക്കണം, ഒരു ദോഷവും അവന് പറ്റരുതെന്ന്. അവൻ എന്തെങ്കിലും നിന്നോട് ആവശ്യപ്പെട്ടാൽ അതൊക്കെയും ചെയ്ത് കൊടുക്ക എന്നൊരു കൽപ്പന വന്നു. ഹല്ലേലൂയ. പറ്റിയിരുന്നവൻ കരഞ്ഞെങ്കിലും മറുപടി ഉണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന് കർത്താവ് പറഞ്ഞൊരു മറുപടി അതാണ്. ആമേൻ. യിരെമ്യാവിന്റെ കൂടെ ചാടിയവരും കളിച്ചവരും ഒക്കെ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിയവരും യിരെമ്യാവിനെ തല്ലിയവരും ഒക്കെ ശിക്ഷിക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോ ഞാനിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയുന്നു, നിന്റെ ഞെരുക്കങ്ങളും ഭാരങ്ങളും കണ്ട ദൈവം മനുഷ്യന്റെ നമ്മളോടുള്ള ഇടപെടലുകളെ കണ്ട് വേദനിച്ചവരോട് പറയുന്നു, നീ ഒരു ദൈവപുരുഷനാണോ, ദൈവത്തിന്റെ ആത്മാവുള്ള സ്ത്രീയാണോ, സഹോദരിയാണോ? ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, അവൻ തക്ക സമയത്ത് നിന്നെ കരുതുക തന്നെ ചെയ്യും, നിന്നെ വിട്ടുകൊടുക്കില്ല. വിശ്വസിക്കുക. ആമേൻ. അടുത്ത കരങ്ങളെ കുറിച്ച് ബോധപ്പെടുത്താൻ യുദ്ധം ചെയ്യാൻ വന്നവരൊക്കെ നിർത്തിയിട്ട് അവരെല്ലാവരും കൂടെ ചെന്ന് എന്ത് അവരുടെ അടുക്കിലേക്ക് കാവൽപ്പുര മുറ്റത്ത് നിന്ന് വിളിച്ചു വരുത്തി കുണ്ടറയിൽ നിന്ന് കയറ്റുന്ന ദൈവം. ശത്രുവിന്റെ കരങ്ങളെ ഉപയോഗിച്ച് കൊണ്ട് തന്നെ കയറ്റും. ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവം. ഞാനും നീ പരാജയം 1000 പറഞ്ഞാലും ദൈവം ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കി നടത്തും. അന്ന് ശത്രു ഉണ്ടോ എന്നാണ് സംശയം. അടുത്ത വാക്യം. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ദേശം തകർക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിടുവിക്കും. അതുവരെ നീ പ്രവചിക്കണം, നീ കുരയ്ക്കണം, നീ സംസാരിക്കണം. ഹല്ലേലൂയ. പാപബോധം വരുത്തണം, മാനസാന്തരപ്പെടാൻ പറയണം. നീ ഭയപ്പെടേണ്ട, നീ പറഞ്ഞത് തെറ്റല്ല. 1000 നിന്നെ ഇട്ടിട്ട് പോട്ടെ, നിന്നെ ഏകനായി ഉപേക്ഷിച്ചിട്ട് പോട്ടെ, എങ്കിലും എന്റെ വാക്ക് കേട്ട് എന്നോട് പറ്റിയിരിപ്പാൻ കൊതി വെച്ച മനസ്സ് വെച്ച നിന്നെ ഞാൻ സംരക്ഷിക്കും. അടുത്ത വാക്യം. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞാൻ ഏൽപ്പിക്കുകയില്ല. അടുത്ത ഇത് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് മനുഷ്യരെ ഭയമില്ലയോ? കർത്താവിന്റെ ആത്മാവ് പറയുന്നതിനെ ഏൽപ്പിക്കത്തില്ല. അവർ നിന്റെ മുമ്പിൽ വരും, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരും, കൊണ്ടുപോകാൻ വരും, പക്ഷെ ഏൽപ്പിക്കത്തില്ല. അവർക്ക് നിന്നോട് കരുണ തോന്നും, അവർക്ക് നിന്നോട് സ്നേഹം തോന്നും. സ്വർഗത്തിലെ ദൈവം മുദ്രയിട്ട് നിർത്തി അവരുടെ മുമ്പാകെ മേശ ഒരുക്കി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. സഹോദരി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, സംശയിക്കാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ കർത്താവിന് സേവ ചെയ്യുക. ഇതേ ഉപേക്ഷിക്കത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേലയാണ് സുവിശേഷം. നീ വാളാൽ വീഴുകയില്ല, ഞാൻ നിന്നെ വിടുവിക്കും. നിന്റെ ജീവൻ നിനക്ക്, അവിടെ പറയുന്നുണ്ടോ, നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ നിന്റെ കൺമുമ്പിൽ പലരും വീണ്ടും പിടഞ്ഞു വരിക്കുന്നത് കാണുമ്പോഴും നീ നിൽക്കും. നീ എന്നാൽ നിൽക്കും, നീ എന്നാൽ ജീവിക്കും.
ഞാൻ നിന്നെ വിടുവിക്കും. നീ എന്നോട് പറ്റിയിരിക്കാൻ മനസ്സ് വെച്ച യിരെമ്യാവേ, നിന്നെ ഞാൻ എങ്ങനെ വാളിന് കൊടുക്കും? നിന്നെ ഞാൻ എങ്ങനെ ശത്രുവിനേൽപ്പിക്കും? ഒരു സ്തോത്രം പറഞ്ഞോ, ഒരു സ്തുതി പറഞ്ഞോ, യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചോ. നീ ആലയത്തിൽ ചെന്ന് നിഷ്കളങ്ക ഹൃദയത്തോടെ അവനോട് പ്രാർത്ഥിച്ചോ. വിടുവിപ്പാൻ അവന്റെ കരം മതിയായി. ആമേൻ. എങ്ങനെയെന്നൊന്നും കർത്താവിനോട് ചോദിക്കുന്നു. ശത്രു തന്നെ രഥമൊരുക്കി വരും. അടുത്ത വാക്യം. ആ പദം സ്നേഹത്തോടെ വായിക്കുമ്പോഴേ, നീ എന്നെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് വാങ്ങുന്നു. നീ എന്നെ ആശ്രയിച്ചുവല്ലോ, അവൻ എന്നോട് പറ്റിയിരിക്കുകയോ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് ആശ്രയിച്ചല്ലോ, എന്നോട് ആശ്രയം വെച്ചുവല്ലോ, അവൻ എങ്കിലേക്ക് ആശ്രയം വെച്ചുവല്ലോ. സ്വർഗത്തിലെ ദൈവം ഈ കൂട്ടത്തോട്, ഈ ചെറിയ കൂട്ടത്തോട് പറയുന്നു, ആശ്രയം വച്ചവനോട് പറയുന്നു, അവൻ എന്നെ നിന്നെ വിടുവിക്കുക തന്നെ. തീർന്നോ? ഒരു വാക്കൂടെ ഉണ്ടെന്നോ? അത്രയാണല്ലോ. യേശുവിൽ ആശ്രയിക്കാമോ? വയ്ക്കാമോ? സ്വരങ്ങളെ അയച്ചട്ടെ. വിലാപങ്ങളുടെ പുസ്തകം. ആ കരച്ചിലൂടൊന്ന് കേൾക്കണ്ടേ? യിരെമ്യാവിന്റെ കരച്ചിലൂടൊന്ന് കേൾക്കണ്ടേ? കരച്ചിലെല്ലാം പറയുന്നില്ല, 2-3 വാക്യങ്ങൾ മാത്രം. കരച്ചിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 3-ാം അധ്യായം. മൂന്നിന്റെ 16 മുതൽ ഒന്ന് വായിച്ചു. 3:16. ഇതൊക്കെയാണ് ആ സങ്കടം കണ്ടപ്പോ കരച്ചിലാണ്. 17 വരെയും കരച്ചിലാണ്. നിങ്ങൾ കണ്ടോണം, പിന്നെ വായിച്ചാൽ മതി. പക്ഷെ അവിടെ പറയുന്നു, എന്റെ കണ്ണുനീര് ഭയങ്കരമായിരുന്നു. അങ്ങനെ കരയുന്നുണ്ടില്ലേ? ഇതിനകത്ത് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാന്ന് സങ്കടപ്പെടുന്നത് ഇല്ലേ? സങ്കടപ്പെടേണ്ട. എന്റെ കണ്ണീരൊക്കെ തുരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു നീക്കുപോക്കില്ലേ എന്ന് ചോദിച്ച് മടുത്തു പോകേണ്ട. ഹല്ലേലൂയ. കരകൾക്ക് മാത്രം കൊടുത്താണ്. അടുത്ത വാക്യം. കണ്ടോ? എന്റെ മഹത്വവും എന്റെ ദൈവത്തിലുള്ള പ്രത്യാശയും പോയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഭയങ്കര ഒരു വരൾച്ച, ക്ഷാമകാലം. അടുത്ത വാക്യം. ഇതാണ് സംഭവം. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചില്ലായിട്ടുള്ള സങ്കടങ്ങളായി. ദൈവത്തിനൊരു പദ്ധതി വ്യക്തമായി പരിശുദ്ധമായി പറയും. എനിക്ക് വചനങ്ങൾ തന്ന് നടത്തി ദൈവത്തോട് പറയുന്നു, എന്റെ കണ്ണീർ നിങ്ങളുടെ കണ്ണുനീർ കാണാത്തൊരു ദൈവമല്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ മേൽ കർത്താവ് പുതിയത് ചെയ്യാനാണ്. വിശ്വസിക്കുന്ന കരങ്ങൾ ഇപ്പോൾ ഞാൻ പ്രത്യാശിക്കും. നീ എന്തൊരു ആശ്രയം വെച്ചല്ലോ, നീ എന്നോട് പറ്റിയിരിക്കാൻ ആഗ്രഹിച്ചല്ലോ. ഇതിനാൽ നിന്റെ അകത്ത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴും ഒരു പ്രത്യാശ, നാളെങ്കിലും നടക്കുമായിരിക്കില്ല. അപ്പൊ എന്തെങ്കിലും ശരിയാവുമായിരിക്കും, സാരമില്ല. അല്ലെങ്കിൽ അടുത്ത മാസത്തെ മീറ്റിംഗ് മുമ്പായിട്ട് ശരിയാവുമായിരിക്കും. കണ്ടോ? ഇനി പോയിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വെച്ച് തോന്നുന്നതറിയാം. ഒരു പ്രത്യാശ. അടുത്ത വാക്യം. ദൈവമക്കളെ, ഒരു ദൂത് പറയാം. നിന്റെ ഈ കരച്ചിലും എടുത്ത പ്രാർത്ഥനയൊക്കെ നടന്ന സമയത്ത് നിന്നെ മുടിച്ചു കളയുവാൻ ശത്രു പലവട്ടം വന്നു. ഞാൻ അനുവദിച്ചില്ല. മുടിഞ്ഞു പോകാതെ നിന്നത് എന്റെ കരുണയാൽ, എന്റെ കൃപയാൽ, എന്റെ കരുതലിനാൽ നീ നിന്നു. അതെനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നിന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല ഞാൻ കാത്തത്. നീ അറിയാതെ പതിയിരുന്ന് നിന്നെ കീഴടക്കുവാൻ പദ്ധതി വെച്ച് മതിലുകൾ പൊളിച്ചകത്ത് കയറിയപ്പോ അവർക്കൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ കുടിച്ചു കളയാൻ വന്നതിനെ തടുത്തത് എന്റെ നാമമത്രേ.
വിശ്വസിക്കുന്ന കരമറ്റ് ഒരു മാത്രം കൊടുക്കുക. സന്തോഷത്തോടെ പറയുക, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കരുണ, അവന്റെ കൃപ, അവന്റെ ദയ. ഞാൻ അവനോട് പറ്റിയിരിക്കുകയാണ്. അവനെന്നെ വിടുവിക്കും. അവനെന്നെ വിടുവിച്ച് നടത്തും. അടുത്ത വാക്യം കൂടെ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞോട്ടെ. യേശുവേ, നിന്റെ കരുണ, എന്റെ മേലുള്ള കരുണ പറ്റിപ്പോയിട്ടില്ലല്ലോ, തീർന്നു പോയിട്ടില്ലല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. അത് രാവിലെ തോറും പുതിയ 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 പുതിയത് പുതിയത് പുതിയത്. ഓ, നിന്റെ വിശ്വസ്തത വലുതാകും. ഇത് ആരുടെ ഈ പറയണമെന്നറിയോ? 10-ാം വാക്യത്തിൽ കരയുന്ന ഇരമ്യാവ് തന്നെ, ഇരമ്യാവിന്റെ വായിൽ പുകഴ്ച നിറച്ച് കർത്താവിനെ കുറിച്ച് ഇരമ്യാവ് തന്നെ പറയുന്നു, പ്രത്യാശയോടെ പറയുന്നു. കണ്ണുനീരിനകത്ത് നിന്ന് പ്രത്യാശ പുറപ്പെട്ട ഇരമ്യാവ് പറയുന്നു, ദേ പ്രഭാതത്തിൽ നിന്റെ ദയ പുതുതായി വെളിപ്പെടുന്നു. ദേ, നീ എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ മുടിഞ്ഞു പോയിട്ടില്ല. എന്റെ കൂട്ടത്തിലുള്ളവർ മരിച്ചുപോയി. അവൻ വിലാപങ്ങൾ പുറപ്പെട്ടപ്പോഴും പറയുകയാണ്, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് നിന്നാൽ, നിന്റെ കൃപയാ, നിന്റെ കരുണയാ. ആവർത്തന പുസ്തകം 28. അതിലൊരു വാക്യമുണ്ടല്ലോ, അതിന്റെ 6 മുതൽ വായിച്ചാട്ടെ. അല്ല, 6 അല്ല, 5, 6. അതെ, 6. പറ്റിയിരിക്കുന്നതോട് ദൂത് അകത്ത് വരുമ്പോൾ നീ, വീട്ടിനകത്ത് കയറി വരുമ്പോൾ പ്ലാനപലനയായി കയറി വന്ന് നീ അകത്ത് ദൈവം വസിക്കുന്നവനാണോ, അകത്ത് ദൈവത്തെ സ്വീകരിച്ചവനാണോ? നീ അകത്ത് വരുമ്പോൾ സന്തോഷിക്കും, പുറത്തു പോകുമ്പോൾ സന്തോഷിക്കും. ഈ നിത്യത എന്ന് പറയുന്ന സ്വസ്ഥത അകത്തിരിക്കുന്നവരോടായി പറയുന്നേ. ദൈവം രക്ഷിച്ചവരോടായി പറയുന്നേ. രക്ഷയുടെ ആത്മാവിനെ പകർന്നവരോടായി പറയുന്നേ. നീ അകത്ത് വരുമ്പോൾ, നീ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അവർക്ക് ഒരു ആശ്രയം മറ്റവരോട് പറയുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അവന്റെ വചനത്തെ അനുസരിപ്പാൻ നീ കാണിച്ച കാര്യങ്ങളെ, നീ കാണിച്ച സ്റ്റെപ്പിനെ ദൈവം മാനിക്കുന്നു. അടുത്തത്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കൾ ഉയർന്നു പൊങ്ങുന്ന ശത്രുവിന്റെ ജൽപ്പനങ്ങൾ നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? അവിടെ നോക്ക്, ഇവിടെ നോക്ക്, അത് നോക്ക്, ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോ ഭയപ്പെടേണ്ട. ആ പരിഹാസങ്ങൾ ദുഷ്ടന്റെ വായിൽ നിന്ന് വരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിയോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ശത്രു, നമുക്കെതിരെ ഒരു ശത്രുവിനെ ജനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെ വന്നോളും. വീടിനകത്ത്, ജോലി സ്ഥലത്ത്, പഠിക്കാൻ പോകുന്നിടത്ത്, കൂട്ടുകാരുടെ ഇടയിൽ ഒക്കെ വെളിപ്പെട്ടു വരും. ദൈവമക്കളെ, ജാഗ്രതയോടെ നിങ്ങളുടെ ഹൃദയം സൂക്ഷിക്കുക. അടുത്ത് വരുന്നതെല്ലാം നല്ലവരാണെന്ന് കരുതരുത്. നിന്റെ നിത്യതയെ കവർന്നെടുക്കാൻ വരുന്നതിന് മാറി നിൽക്കെന്ന് പറയുവാൻ കഴിയട്ടെ, ശാസിച്ചു നിർത്തുവാൻ കഴിയട്ടെ. ഇല്ലെങ്കിൽ നീ കർത്താവിനോട് പറ്റിയിരിക്കാൻ ആഗ്രഹിക്കുക. അപ്പന്റെ തോളിൽ കിടക്ക്. കൊച്ചുകുഞ്ഞിന് നിഷ്കളങ്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ തോളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന, അപ്പന്റെ തോളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞിന്, അപ്പനിൽ ആശ്രയം വെച്ച കുഞ്ഞിന്റെ അടുക്കൽ നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചു നോക്ക്. കണ്ടിട്ടോ? ചില കുഞ്ഞുങ്ങൾ അപ്പന്റെ മുഖത്ത് നോക്കും, വാങ്ങണോ വേണ്ടയോ. നമ്മളോ താടി പിടിച്ച് നോക്കിട്ടുണ്ട്, അപ്പ കണ്ടില്ലാന്ന് തോന്നുന്നു. ആ കുഞ്ഞിന്, നിഷ്കളങ്ക കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു നോക്ക്, ഒരു മിഠായി കൊടുത്തു നോക്ക്. അപ്പന്റെ നെഞ്ചിൽ ചാരി കിടക്കുന്നതിനറിയാം. അപ്പന്റെ ആലോചന കേൾക്കാതെ ഒന്നും ചോദി വാങ്ങാൻ പാടില്ല. അതിൽ കൂടി പലതും കയറി വരുമെന്ന് അപ്പൻ പറഞ്ഞിട്ടുണ്ട്. വാങ്ങാൻ പാടില്ല. അതനുസരിക്കും നമ്മള്. ഹല്ലേലൂയ. ഞാനിവിടെ കണ്ടിട്ടുണ്ട്, ജോഷ് സ്കൂളിൽ നിന്ന് മിഠായി കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കണം. വാങ്ങാതിരിക്കാൻ നിർത്തിയില്ല, വാങ്ങി വിട്ടു. വാങ്ങി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരിക. പ്രാർത്ഥിച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി കുറച്ചുകൂടി ബോധം വരുമ്പോ, വളർന്നു കഴിയുമ്പോഴോ ഏതപ്പം ഏത് പ്രാർത്ഥന. നമുക്ക് ഇച്ചിരി മൂപ്പ് കൂടിയതാ പ്രശ്നം. നിഷ്കളങ്ക ഭാവം നഷ്ടപ്പെടുമ്പോഴാ പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മളത് നടക്കാൻ തുടങ്ങും. നമ്മളിരുന്ന് എഴുകുന്ന സ്ഥാനത്ത് നമ്മൾ ഇത് ഓടാൻ തുടങ്ങും. ഇങ്ങോട്ട് വന്ന് വിളിക്കുമ്പോ ചില മക്കളുടെ ഒക്കെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നി, ശത്രു. നിങ്ങൾ ആരും കരുതരുത്, അയൽവാസിയല്ല ഈ ശത്രു. ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനല്ല ഈ ശത്രു. മനുഷ്യരല്ല നിങ്ങളുടെ ശത്രു. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അവന്റെ അകത്ത് കൂടെ കയറി വരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പിശാച് കൊതിയോടെ നോക്കി
അടിക്കുമായിരിക്കും ചെന്നായാൽ അതിനൊരു കഥയില്ലേ. 2 ആടുകൾ കൂട്ടിമുട്ടിച്ചിട്ട് അതിൽ നിന്ന് രക്തം വീഴുമ്പോ അവർ തലയിടിച്ച് ചാകുമ്പോ അതിന്റെ അടിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇവൻ കൊതി മുന്നിട്ട് എന്ത് ചെയ്ത് വന്നു. അവരിങ്ങനെ മുട്ടി വരുന്ന സമയത്ത് ഇവരിങ്ങനെ ഭയങ്കര കൂട്ടുകാരായിരുന്നു ഈ 2 പേരും. ഇവരുടെ സമയം നീയാ വരുത്, അവരുടെ അടുത്ത് പറഞ്ഞു നീയാ വരുത്, അവൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത്, ഇവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, 2 പേരും. പക്ഷെ സംഗതി നോക്കിയപ്പോ ഇവരെപ്പോഴും പാളി നോക്കിയപ്പോ ഇവന്റെ ആ നാക്ക് കൊതിയും ആ തുറിച്ച കണ്ണൊക്കെ നോക്കിയപ്പോ മനസ്സിലായി ഞങ്ങളുടെ ജീവനാ വിളിച്ചേക്കണേ. ഇപ്പൊ ഇടയിൽ 2 പേരും നക്കാൻ വന്നതാണ്. ചാക്കുകളുള്ളവരായിരിക്കും. ഹല്ലേലൂയ. അതൊരു നിത്യജീവനാണ്. ദൈവം അകത്ത് വെച്ചൊരു നിത്യതയുണ്ട്. ഇതിനെ കവർന്നെടുക്കാൻ അനുവദിക്കരുത്. അവങ്ങൾ ആശ്രയിച്ചവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ശത്രു ഒരു വഴിയായി റൈറ്റ് അടിച്ചു വരുമ്പോ പേടിക്കണ്ട, അവിടെ 1000 കണ്ട് പേടിക്കണ്ട. 7 വഴിയായിട്ട് പോകുന്നതിന് മുമ്പുള്ള ആരെയും പറഞ്ഞു പേടിക്കണ്ട. ഹല്ലേലൂയ. ഫറവോന്റെ സൈന്യം മുഴുവൻ വന്നപ്പോ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഭയന്നുപോയി. ഇവന്മാരല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുകയല്ല. കർത്താവ് വഴിയിലേക്ക് നല്ല പെട്ടുകല്ല് വെച്ച് കൊടുത്താൽ പോലും എന്ത് ചെയ്തില്ല. ഞാൻ ചെങ്കടലിൽ പിളർത്തി തരാം, ഇത് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടത് തന്നെ. അല്ല, ഞാൻ വഴി ഒരുക്കി തരാം, ഇത് ഞങ്ങൾക്കറിയാം. പിന്നെ വെട്ടുകല്ല് വെച്ച് സ്റ്റെപ്പ് ഇറക്കി തരാം. കണ്ടിരിക്കുക. ശത്രു വന്നപ്പോ കല്ലൊരു വിഷയമല്ല, ചെറിയൊരു വിഷയമല്ല, മണ്ണൊരു വിഷയമല്ല. കരാദേശത്തേക്ക് ഓടിക്കയറി, മരുഭൂമിയിലേക്ക് കയറി, വാഗ്ദത്ത ദേശത്തേക്കുള്ള ചില ശത്രുവിനുണ്ടെങ്കിൽ ചിലത് ഓടണം. ഹല്ലേലൂയ. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. തോക്കാറാകുമ്പോൾ 2 മാർക്കിൽ തോന്നും, പിന്നെ അന്ന് വരും. അതുപോലെ എന്തായാലും നടത്തുന്നുള്ളത് ഞാൻ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ടെന്ന്. ചില തോൽവികൾ വലിയ ജയത്തെ കൊണ്ട്. ആമേൻ. ശത്രു ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് ഇവർ തിരിച്ചു നോക്കിയപ്പോ ഭയപ്പെട്ടു. ഒരു വഴിയായി വഴും, 7 വഴിയായി. അപ്പൊ നമുക്ക് തോന്നുന്നു ഈ ശത്രു ഇങ്ങനെ ഓടിപ്പോകുന്ന കണ്ടതെന്ന് നോക്കുമ്പോ എന്റെ മിടുക്കാണ്, എന്റെ പ്രാർത്ഥനയുടെ വീര്യത്തെ കണ്ടിട്ടാണ് ഈ ഓടിപ്പോകുന്നത്. കുറെ കർത്താവിക്കുന്നുണ്ടാവും. നമ്മളൊന്നും കാണുന്നില്ല. നമ്മളറിയാതെ എത്ര ഇടങ്ങളിൽ അവനെ കാത്തു, നമ്മൾ ചോദിക്കാതെ എത്ര ഇടങ്ങളിൽ അവനെന്നെ കാത്തുകൊണ്ടു. ഈ വായിക്കുന്ന സങ്കീർത്തനം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്, ഞാൻ അവനെ വിടുവിക്കും. കണ്ടോ, യിരെമ്യാവിനെ കുറിച്ച് പറയുന്നു, നീ എങ്കിൽ ആശ്രയിച്ചു. സെരഫാത്തിന്റെ വിധവയും പ്രാർത്ഥനയിൽ പറ്റിയിരുന്നു. ഹല്ലേലൂയ. ഭയങ്കര സാക്ഷിയല്ലേ. ദൈവം തന്നെ അവിടെ പാർത്തു വെക്കുന്നതാണ്. യിരെമ്യാവിനെ കാത്തുകൊള്ളുവാൻ ദൈവം ശത്രുവിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. എല്ലാ സൗകര്യങ്ങളും കൊടുത്തയച്ചു. ആമേൻ. ഹല്ലേലൂയ. പറയുന്നുണ്ട്, ഒരു വഴിക്ക് വരും. നിങ്ങൾ ഈ കാര്യത്തിൽ പറയണം കേട്ടോ. വീട്ടിനകത്ത് പ്രവേശിക്കുമ്പോൾ ഞാനൊരു അനുഗ്രഹമാണ്, വീട്ടിൽ പുറത്തു പോകുമ്പോൾ ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കും. നേരത്തെ പറഞ്ഞ നിഷ്കളങ്ക പ്രാർത്ഥന എത്ര ഓർമ്മയുണ്ടോ? നിങ്ങൾ നല്ല സന്തോഷത്തിരിക്കുമ്പോൾ ഇത് ഇടതലമില്ലാതെ പറയണം. നിങ്ങൾ പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മിന്നലടിച്ചുള്ള ബോധം പോകും. വണ്ടി കിട്ടത്തില്ല, എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ കയറി വരും. പേടിക്കണ്ട, ദൈവം തടയുകയാണ്. അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ചേ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ആമേൻ. ആയിശേ. അവൻ ഈ പറ്റിയിരിക്കുന്നവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ആ ബാക്കി എല്ലാവരും പറഞ്ഞോട്ടെ, ഞാൻ അവന് ഉത്തരമരുളും. അടുത്ത്, കഷ്ടകാലത്ത് ഞാൻ അവന്റെ കൂടെ ഇരിക്കും, അവനെ വിട്ടിട്ട് പോകത്തില്ല. വിട്ടിട്ട് പോകത്തില്ല. ഈ യിരെമ്യാവ് കരയുന്ന ഒരു കരച്ചിലുണ്ട്, ഇരുട്ടത്ത് നീ എന്നെ നടത്തുന്നു എന്ന്. ഇരുട്ടിലും എന്നെ നടത്തിയതാരാ? നീയാണെന്ന്. ഇരുട്ടും നിനക്ക് മറവൻ. വെളിപ്പാട് എല്ലാം പറയും, ഇരുട്ടും നിനക്ക് മറവല്ലല്ലോ. ഇരിക്കുന്ന ഇരുട്ട്, പക്ഷെ ഇരുട്ടെന്ന് മറവന്റെ. കഷ്ടകാലത്ത് അവനെന്നെ എന്റെ കൂടെ ഇരിക്കും. എല്ലാവരും പറഞ്ഞിട്ട്, എന്റെ കഷ്ടകാലത്ത് യേശു എന്റെ കൂടെ ഇരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ഏറ്റവും വലിയ കഷ്ടകാലം ഏതെന്നറിയാം? ഏതാണ്? ഏതാ കഷ്ടകാലം? ഏതാ പറയാം? നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ കഷ്ടകാലം
നിത്യതയെ കവർന്നെടുക്കാൻ വരുന്ന കള്ളൻ, പാപത്തിൽ കൂടി നിന്നെ കവർന്നു കൊണ്ടുപോകാൻ വരുന്ന നമ്മുടെ ദൈവം സൂക്ഷിക്കും. ഇതേ തടയിട്ടേക്ക് വേണ്ടോ? ഹല്ലേലൂയ. സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ടെംപ്റ്റേഷൻ വന്നാലും എന്ത് ചെയ്യത്തില്ല, വെറുതെ ടെംപ്റ്റേഷൻ അടിച്ചു മനസ്സിലാവില്ല. വെറുതെ ടെംപ്റ്റേഷൻ അടിച്ചത് മാത്രമായി ഞാൻ ദിവസങ്ങളിൽ കാര്യം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി സാക്ഷ്യം പറയുന്നില്ല, അങ്ങനെ പറയുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. നമ്മളെപ്പോഴും വിലയിരുന്നത് നമ്മൾ ഇപ്പോഴത്തെ താൽക്കാലിക കാര്യങ്ങൾ വെച്ചിട്ടാണ്. പക്ഷെ ദൈവം നമ്മളെ എവിടെ കെട്ടുവയ്ക്കാൻ വേണ്ടിയിട്ടെന്നറിയാം. നിത്യതയും ചേർക്കുക, അവന്റെ കൂടെ ഇരിക്കുക, അവനോട് പറ്റിയിരിക്കുക. നീ എന്തും ആശ്രയം വെച്ച് അടുത്ത വാക്യം, നീ നിന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കുക. അടുത്ത കണ്ടോ, ദീർഘായുസ് തരും, തൃപ്തി വരുത്തും. അടുത്ത, ശത്രുക്കൾ കാണെ എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ഇഷ്ടപ്പെട്ടോ ഈ വാക്യം? എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു ഈ വാക്യം? ഹല്ലേലൂയ.